السلام عليكم ورحمة الله وبركاته. ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا ويرضى. الحمد لله ملء السماوات وملء الأرض وملء ما شاء من شيء بعد. الحمد لله عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. اللهم صل على نبينا محمد. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تيسير فهم القرآن أو فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. കുറച്ച് ലേറ്റായത് ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെ ഒരു അല്പം വൈകിയതാണ്. 6 മിനിറ്റ് എൻ്റെ 1 മണിക്കൂർ ഇന്ന് കുറഞ്ഞിട്ടുണ്ട്. സമയം എന്നത് ഐസ് വിൽപ്പനക്കാരൻ്റെ ഐസ് പോലെയാണല്ലോ, അതിങ്ങനെ ഉരുകി വയ്ക്കൊണ്ടേയിരിക്കും. സമയം നമുക്ക് വേണ്ടി ഒരിക്കലും കാത്തു നിൽക്കില്ല. എന്തായാലും നിങ്ങൾക്കെല്ലാം ഹാർദമായ സ്വാഗതം ഒരിക്കൽ കൂടി. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. 34 എന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതായത് ചിലർ വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ഞാൻ 1 മണിക്കൂറിനകം ഖുർആനിലെ 15,000 വാക്കുകൾ പഠിപ്പിക്കും. അപ്പോൾ ഈ 1 മണിക്കൂർ 1 by 1 ആയിട്ട് ആദ്യത്തെ 1 മിനിറ്റ് പോയി കഴിഞ്ഞാൽ 1000 വാക്ക് പോയി. പക്ഷെ എല്ലാവരും നേരത്തെ കയറിയോ? 5 മിനിറ്റ് മുമ്പ് കയറാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോഴത്തേക്ക് 5 മിനിറ്റ് മുമ്പ് കയറുമ്പോഴത്തേക്ക് വളരെ കുറച്ച് ആൾക്കാരെ കയറിട്ടു. ശരി, എല്ലാവരും ഖുർആൻ പഠിക്കാൻ ഒരുങ്ങി വന്നിരിക്കുകയാണ് അല്ലേ? ഖുർആൻ പഠനം വളരെ ഈസിയാണ്, വളരെ ലളിതമാണ്. പക്ഷേ എങ്ങനെ ലളിതമാണ്, എപ്പോഴാണ് ലളിതമാകുന്നത്? ഇപ്പോ ഇതിൽ രജിസ്റ്റർ ചെയ്ത പലർക്കും, കുറച്ച് പഴയ സ്റ്റുഡൻസ് ഉണ്ട്, ഇതെങ്ങനെയാണോ എന്ന് അറിയാമെന്ന കുറെ പഴയ സ്റ്റുഡൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ സംഘാടകരായ ടീച്ചർമാരെ നമ്മൾ കയറാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പൊ ടീച്ചർമാരുടെ ശ്രദ്ധയ്ക്ക് ചില ടീച്ചർമാരെ ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ആരെങ്കിലും അപശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ ടീച്ചർമാർക്ക് അവര് ഷാനിമ, റഹീമ, റസീന മുതലായ ടീച്ചർമാർക്ക് കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപശബ്ദം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കൺട്രോൾ ചെയ്യാം. അതേപോലെ അഡ്മിഷൻ വെയിറ്റ് ചെയ്യുമ്പോൾ ചില സമയത്ത് അഡ്മിഷൻ വെയിറ്റ് ചെയ്യും. അത് അങ്ങനെ എന്തോ ഒരു ടെക്നിക്കൽ എറർ കാണിച്ചു. അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ വെയിറ്റിംഗിൽ കിടക്കുകയായിരിക്കും. അപ്പോൾ വെയിറ്റിംഗ് റൂമിലുള്ളവരെ അഡ്മിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, ഖുർആൻ പഠനം എങ്ങനെ എളുപ്പമാക്കാൻ പറ്റും? ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം. അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് തന്നപ്പോൾ അതിന്റെ മുകളിൽ കൊടുത്തിരിക്കുന്നത് അൺലീഷ് യുവർ പൊട്ടൻഷ്യൽ എന്ന്. നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഖുർആനിലെ 15,000 വാക്കുകൾ പഠിപ്പിക്കും. 15,000 അല്ല, കൂട്ടി നോക്കുമ്പോൾ 15,000, 17,000, 20,000, 25,000 വാക്കുകളൊക്കെ 1 മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാം. എന്തായാലും അത്രത്തോളം ഞാൻ പോകണില്ല. 15,000, 17,000 ഒക്കെ നമുക്ക് ചെയ്യാം. ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും ഖുർആൻ പഠനത്തിന്റെ അസാധ്യമായ, അത് ഖുർആൻ പഠനം എളുപ്പമാണ് എന്നതിന്റെ അസാധ്യമായ വാതിലുകൾ, വാതായനങ്ങൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അതാണ് ഞാൻ എങ്ങനെ എൻജോയ് ചെയ്യുന്നത്. ഹൗ, എങ്ങനെ നമുക്ക് ഖുർആൻ പഠനം എളുപ്പമാക്കാം എന്നാണ് പറയുന്നത്. അല്ലാഹ് സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അഫലാ യതദബ്ബറൂന ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതല്ല അവരുടെ ഹൃദയങ്ങളൊക്കെയും ലോക്ക്ഡൌണിലാണോ?
അതുവഴി പോയാലും കടന്നു പോകാൻ പറ്റില്ല, ഇതുവഴി പോയാലും കടന്നു പോകാൻ പറ്റില്ല. ലോക്ക്ഡൌൺ ആകുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച്. എന്റെ വീട്ടിലേക്ക് ഒന്ന് കടന്നു വരണമെങ്കിൽ പല വഴികളുടെ ഞാൻ കറങ്ങി നോക്കി, ഒരു ലക്ഷ്യമില്ല. അങ്ങനെ ലോക്ക്ഡൌണിലാണോ അവരുടെ ഹൃദയങ്ങൾ? ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. അള്ളാഹ് പറഞ്ഞതാണ്. ഇല്ല, അവരുടെ ഹൃദയം കല്ല് പോലെയായിപ്പോയി, അല്ല കല്ലിനേക്കാൾ കടുകട്ടിയായിപ്പോയി. കാരണം കല്ലിൽ നിന്നാണല്ലോ, പാറയിൽ നിന്നാണ് അല്ലെ, പാറയുടെ മുകളിൽ നിന്ന് പോലും എന്ത് ചെയ്യുന്നുണ്ട്, തെളിനീരുറവ പൊട്ടി ഒഴുകാറ്. അപ്പൊ പിന്നെ ഈ ഹൃദയം, ലോക്ക്ഡൌണിലായ ഹൃദയം ഉറച്ച് കട്ടിയായി പോയതാണ്. സുമ്മക്കസത്ത് കുലൂബക്കും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറത്തി ഔ അശദ്ദു ഖസ്വ ഫഇന്ന മിനൽ ഹിജാറത്തി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. പാറകളിൽ നിന്ന് പോലും തഫജ്ജറ മിൻഹുൽ അൻഹാർ, നദികൾ പൊട്ടി ഒഴുകുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം അല്ലെ. തീരുമാനിക്കുന്നതിനെ കുറിച്ച് ഞാൻ പിന്നീട് പറയാൻ സമയമുണ്ടെങ്കിൽ, എല്ലാവരും സമയമുണ്ടോ? ആകെ 15 മിനിറ്റ് മതി 15,000 വാക്കുകൾ പറയാൻ വേണ്ടി 15 മിനിറ്റ്. അപ്പോ എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. കാരണം നമുക്ക് ഹൃദയം തുറക്കാൻ പറ്റില്ലല്ലോ. ചിലരുടെയൊക്കെ ഹൃദയം തുറന്നിട്ടുണ്ട്, ഓപ്പൺ സർജറി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഹൃദയം തുറന്നെന്നാണ്. അത് വീണ്ടും പിന്നിക്കുട്ടി വയ്ക്കും. അപ്പൊ നമ്മളെ ഈ മാംസപിണ്ഡമായ ഹൃദയം എങ്ങനെ തുറക്കാം? ഒന്നുമില്ല, നമ്മൾ തീരുമാനിക്കുക, തുറക്കണം. കാരണം നമ്മളിപ്പോ മൊബൈൽ എടുത്തു അല്ലേ, ഇത് ബ്ലാങ്ക് ആണ്, ഫുൾ ബ്ലാക്ക് ആണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തീരുമാനിക്കണം, ഇത് തുറക്കാൻ വേണ്ടി തീരുമാനിക്കാൻ നമ്മൾ സൈഡിൽ ഒരു നെക്ക് വെക്കും. നെക്കുമ്പോൾ എന്തോ ഒരു സംഭവം, അത് സ്ക്രീൻ ഓപ്പൺ ആവും അല്ലെ, സ്ക്രീൻ ആക്റ്റീവ് ആവും. സ്ക്രീൻ ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഹൃദയം തുറക്കാൻ റെഡിയായി. നമ്മൾ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ സ്വയം തുറക്കണം. അപ്പൊ തുറക്കാൻ വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും അടുത്ത ലോക്ക് എന്തെങ്കിലും ഉണ്ടാവും, അതില് പാസ്വേഡോ അതുപോലെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും, അത് നമ്മൾ ഓപ്പൺ ചെയ്യും. അതും കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ ഫോൺ ചെയ്യാനോ അല്ലെങ്കിൽ യൂസ് ചെയ്യാനോ ഒക്കെ പോകുമ്പോൾ, പിന്നെ വാട്സപ്പിലാണെങ്കിൽ അവിടെ ലോക്ക് ഉണ്ടാവും, ജിപേയിലാണെങ്കിൽ അവിടെ ലോക്ക് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് ലോക്കുകളുണ്ട്. നമ്മൾ സാവധാനം ഇരുന്നിട്ട് പറയണം, ഒന്നാമത്തെ ലോക്ക് ഞാൻ തുറക്കുകയാണ്, രണ്ടാമത്തെ ലോക്ക് തുറക്കുകയാണ്, ഇനി എന്തെങ്കിലും ലോക്ക് അവിടെ ഉണ്ടെങ്കിൽ അതും തുറക്കുകയാണ്. തീരുമാനിക്കുക. ഓപ്പൺ യുവർ ഹാർട്ട് ബിഫോർ യു ഓപ്പൺ ദ മുസ്ഹഫ്. മുസ്ഹഫ് തുറക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? ഹൃദയം തുറക്കുക. ഒരുപാട് ലോക്കുണ്ട് അതിൽ. തുറന്നാൽ ഖുർആൻ ഈസി ആവും. എന്തുകൊണ്ട് ഈസി? ഖുർആൻ പറഞ്ഞാൽ ഈസി എന്ന് പറയാൻ കാരണം എന്ത്? അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഖുർആൻ വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഖുർആൻ നമ്മളിങ്ങനെ എടുത്തു വെച്ചങ്ങ് വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്താ? ആനയ്ക്ക് ആനയുടെ ബലം അറിയില്ല. ആനയുടെ ബലം അറിയില്ല എന്നതാണ്. ആനയെ ഒരു ചങ്ങല ഇങ്ങനെ കെട്ടിയോടുകൂടി ആന വിചാരിച്ച് ആനയ്ക്ക് ഓടാൻ പറ്റില്ല. അതിനെ ചെറുപ്പത്തിൽ അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുക. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അതിന്റെ കാലിൽ ഒരു ചങ്ങല കെട്ടി മരത്തിൽ കെട്ടും. പിന്നെ കുറേശ്ശെ വളർന്നു വരുന്നതോടും കുറേശ്ശെ അയച്ചു വിടും. അവസാനം ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ആ മരത്തിൽ നിന്നും ചങ്ങല എടുത്ത് കാലിൽ ചുറ്റിടും. അപ്പൊ കാലിൽ ചുറ്റിടുമ്പോഴത്തേക്കും ആന വിചാരിക്കും ഞാൻ ബന്ധിതനാണ്, എനിക്ക് ഓടാൻ പറ്റില്ല, ചാടാൻ പറ്റില്ല. പക്ഷെ അതായത് ചാടാൻ പറ്റും. ഇതേപോലെയാണ് മനുഷ്യൻ വിചാരിക്കുന്നത്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഖുർആൻ വായിച്ചാൽ മനസ്സിലാകില്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന, നിങ്ങൾ ഒരു പേജ് എടുത്ത് തുറന്നു നോക്കിയാൽ ചുരുങ്ങിയത് 30 വാക്കെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരു പേജ് തുറന്നു നോക്കിയാൽ ചുരുങ്ങിയത് 30 വാക്കെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെ ഡിക്ഷണറിയിൽ ഇമ്പോസിബിൾ എന്ന സംഭവം ഇല്ല. കഴിയില്ല, എനിക്ക് ഖുർആൻ മനസ്സിലാവില്ല എന്ന് വിചാരിക്കും അല്ലേ? നിങ്ങൾക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ? മോനെ വിളിക്കുന്നില്ലേ? അമേരിക്കയിലുള്ള മക്കളോട് സംസാരിക്കുന്നില്ലേ? ഡൽഹിയിലും ദൂര സ്ഥലത്തും ദുബൈയിലും റിയാദിലും ഉമ്മുൽ ഖുവൈനിലൊക്കെ ഉള്ള കുട്ടികളുമായിട്ട് സംസാരിക്കുന്നില്ലേ? മക്കളുമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഭാര്യയോട് സംസാരിക്കുന്നുണ്ട്, അടുത്ത ബന്ധുക്കളുമായിട്ട് സംസാരിക്കുന്നില്ല. അവരെ നോക്കി സംസാരിക്കും. നമ്മൾ ചെയ്യാതിരുന്ന എന്തെല്ലാം ടെക്നോളജികൾ നമ്മൾ അത് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ അഡിക്റ്റായി പിന്നെ അവസാനം അതൊരു മോശമായ പ്രവൃത്തിയായി മാറിയില്ലേ? ഖുർആനിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലും, തീർച്ചയായും നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലാവും. നമ്മള് വലിയ വിദഗ്ധന്മാരൊക്കെ, നിങ്ങൾ നെപ്പോളിയൻ ഹിൽസിനെയൊക്കെ പറയുന്നുണ്ട്. അയാൾ പറയുന്നത്, ഞാൻ ആദ്യം ഡിക്ഷണറി വാങ്ങിയിട്ട് ആദ്യം ചെയ്തത്
ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ പേജ് കീറിക്കളഞ്ഞു എന്നാണ്. അസാധ്യമായി ഒന്നുമില്ലാന്ന് പണ്ട് നമ്മളെ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആൻ വായിച്ച് നമുക്ക് മനസ്സിലാവില്ല. അള്ളാഹ് എന്ത് പറഞ്ഞു? ലഖദ് യസ്സർനൽ ഖുർആൻ, ഉറപ്പായും തീർച്ചയായും ഖുർആൻ നാം എളുപ്പമാക്കി. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 പ്രാവശ്യം ഒരേ അധ്യായത്തിൽ തന്നെ പറഞ്ഞു. ആൽഖമർ അധ്യായത്തിൽ 17, 22, 32, 40 ഓരോ 10 സൂക്തങ്ങൾ കഴിയുമ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ലഖദ് യസ്സർനൽ ഖുർആൻ ലിദ്ദിക്ർ ഹൽ മിൻ മുദ്ദക്കിർ. ഇത് മനസ്സിലാക്കാൻ ആരെങ്കിലും സന്നദ്ധമാണോ, തയ്യാറാണോ? റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഖുർആൻ മനസ്സിലാവും. നിങ്ങൾ റെഡി ആണെങ്കിൽ ഖുർആൻ മനസ്സിലാവും. എന്താ പറയുക? പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? റെഡിയാണോ ഇല്ല എന്നുള്ളത് നമുക്ക് സംശയം ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അറബി ഭാഷ നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ കളിക്കളത്തില് മൈതാനിലെ അറബിയാണ്, അടുക്കളയിൽ അറബിയാണ്, സ്വാൻ, പിഞ്ഞാൻ, കൈലി, അങ്ങനെ അറബിയാണ്. കോടതി ചെന്നാൽ മുൻസിഫും അവിടെ വക്കീലും ഒക്കെ അറബിയാണ്. പിന്നെ എന്തെല്ലാം, പിന്നെ കരം അടയ്ക്കാൻ ചെന്നാൽ അവിടെയും തഹസീൽദാറും ഒക്കെ അറബിയാണ്. പിന്നെന്താ നമുക്ക് അറബി മനസ്സിലാകത്തത്? ഖുർആൻ വായിച്ചു നോക്കുക. ഒരുപാട് കൗതുകമുള്ള ഒരുപാട് വാക്കുകൾ നമുക്ക്, ഒരുപാട് നിസ്സംശയം പറയാൻ പറ്റും. അള്ളാഹ് പറഞ്ഞില്ലേ ഖുർആനൻ അറബിയൻ ലഅല്ലക്കും തഅഖിലൂൻ, നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി അറബിയിൽ ഇറക്കിയെന്നാ പറഞ്ഞു. നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി മലയാളത്തിൽ ഇറക്കിയെന്ന് എന്താ പറയുന്നത്? നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി അറബിയിൽ ഇറക്കി. അറബി സമ്പുഷ്ടമായ വ്യക്തമായ സ്ഥൂലമായ എന്താണ് സംസ്കൃത ഭാഷയല്ല, സംസ്കരിക്കപ്പെട്ട ഒരു ഭാഷയായിരുന്നു അന്ന്. നിങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി അറബിയിൽ ഇറക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മളെ കുഴപ്പമല്ലേ? അതേപോലെ ഖുർആനൻ അറബിയൻ ഗൈറ ദി ഇവജിൻ, എങ്ങനെയുള്ള അറബിയിൽ ഇറക്കിയിരിക്കുന്നത്? കോംപ്ലിക്കേഷൻ ഇല്ലാത്ത. അപ്പൊ അറബിയിൽ കോംപ്ലിക്കേഷൻ ഉണ്ട്. അറബിയിൽ ഗ്രാമറിലും അതുപോലെ അതിന്റെ കുറെ ശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് ഭാഷയിൽ. അതിലൊക്കെ എന്താണ് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷെ ഖുർആനിൽ എന്താ? ഗൈറ ദി ഇവജിൻ, വക്രതയില്ലാത്ത അറബിയിലാണ് ഇറക്കി, കോംപ്ലിക്കേഷൻ ഇല്ലാത്ത അറബിയിലാണ്. പിന്നെ ഖുർആനെ കുറിച്ച് എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ. ഖുർആൻ ഇറക്കി തന്ന അള്ളാഹ്ക്ക് സ്തുതി. അതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ലല്ലോ. നമുക്ക് എന്താ വായിച്ചിട്ട് മനസ്സിലാത്തത്? ഖുർആനിൽ ഒരു കോംപ്ലിക്കേഷൻ ഇല്ലല്ലോ. നമുക്ക് വല്ലതും തോന്നിയോ? നമുക്ക് കോംപ്ലിക്കേഷൻ പോയിട്ട് ഒരു ആപ്ലിക്കേഷനും ഇല്ല. അപ്പൊ നമ്മളങ്ങോട്ട് ആപ്ലിക്കേഷൻ അയച്ചു കൊടുത്താൽ കോംപ്ലിക്കേഷൻ മാറും. അള്ളാഹ് പറഞ്ഞിരിക്കുന്നത് വലം യജ്അൽ ലഹു ഇവജ, എന്നിട്ട് അത് സുന്നത്താക്കി എല്ലാ ആഴ്ചയും ഓതണം. അല്ലെ? നമ്മളെടുത്ത് ചോദിക്കുന്നു, നമുക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കാൻ വിചാരിച്ചാൽ മനസ്സിലാകും. അല്ലെ? ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറയുന്നത്? അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ? കൗണ്ടിങ് തുടങ്ങുന്നത് ഇപ്പോഴാണ് കേട്ടോ. കൗണ്ടിങ് തുടങ്ങുന്നത് ഇപ്പോഴാണ്. 48 6 മിനിറ്റ് അവിടെ പോയി, ബാക്കി 12 മിനിറ്റ് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ബാക്കി നോക്കുക. എത്ര സമയമാണ് നിങ്ങൾക്ക് വാക്കുകൾ, 15,000 വാക്കുകൾക്ക് എത്ര സമയം വേണം മനസ്സിലാക്കാനെന്ന് നോക്കുക. 15,000 വാക്ക് 8:48 അല്ലെങ്കിൽ 8:50 കൂട്ടി. നമ്മൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് പറയുന്നു? അഷ്ഹദു. എന്താ അർത്ഥം? ഞാൻ സാക്ഷിയുണ്ട്. അല്ലേ? നമ്മൾ അഷ്ഹദു എന്ന് പറയുന്ന സംഭവം, അങ്ങനെ ഒരു വെർബുണ്ട്, ക്രിയ ഉണ്ട്, അതങ്ങോട്ട് മാറ്റി. 3 അക്ഷരല്ലേ? ഷ ഹ ദ. അപ്പം അതിലെ ഒരു വാക്ക് നോക്കുക. ഷഹീദ്. ഷഹീദ്. ഷഹീദ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആൾക്ക് ഷഹീദായെന്ന് പറയും. പിന്നെ നമ്മൾ ശുഹദ എന്നും പറയും. ഷഹീദ്, ശുഹദ. ഷഹീദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആരെങ്കിലും ഒരാൾ പറയും. സാക്ഷി. വേറെ ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ ഷഹീദിന്റെ അർത്ഥം? ശുഹദാന്റെ അർത്ഥം എന്താ? ശുഹദാക്കളുടെ പേരിൽ ശുഹദാനെ അവിടെ അടക്കിയിട്ടുണ്ടെന്നൊക്കെ പറയും. എന്തായാലും നമുക്ക് സമയമില്ല അങ്ങോട്ട് പോകാൻ. നമ്മൾ ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഇതാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത്.
ചില സംഗതികൾ നമ്മൾ തെറ്റായി മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നതിൽ എന്തുകൊണ്ട് അതിൽ ഡിസ്കൗണ്ട് ഉണ്ട്. ഡിസ്കൗണ്ട് കഴിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഡിസ്കൗണ്ട് കുറയ്ക്കാൻ പാടില്ല. ഖുർആനിൽ മുഴുവൻ ഷഹീദും മുഴുവൻ ശുഹദാക്കളും ആരാണ്? സാക്ഷികളാണ്. ഫസ്തശ്ഹദൂ ഷഹീദൈൻ, 2 സാക്ഷികളെ കൊണ്ട് ഒരു സാക്ഷിയാക്കൂ കടമിടപാട് നടത്തുമ്പോൾ. ഇന്നഹു അലാ ദാലിക ലഷഹീദ്, അവൻ അതിൽ സാക്ഷിയാണ്. എല്ലാ സ്ഥലത്തിനും ഷഹീദും ശുഹദാ എന്താണ്? സാക്ഷിയാണ്. അപ്പോ 56 വാക്ക് കിട്ടി കേട്ടോ. അഷ്ഹദു എന്ന വാക്ക് കേട്ടാൽ നമുക്ക് ഉടനെ വരേണ്ടത് ഷഹീദും ശുഹദാവും. ഇപ്പൊ ഖുർആനിൽ 56 സ്ഥലത്ത് അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷഹാദത്ത്. അപ്പൊ ഷഹീദ് ഷഹാദത്ത് എന്ന് പറയുമ്പോൾ പിന്നെ എന്താണ്? നമ്മൾ ഷഹാദത്ത് കലിമ എന്ന് പറയും. ഷഹാദത്ത് കലിമ എന്താണ്? അയാൾ ഷഹാദത്ത് എന്താണെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയാ? ഷഹാദത്ത് കലിമ എന്ന് പറയാൻ സാക്ഷ്യം വഹിക്കാനുള്ള കലിമ. ഇപ്പൊ ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷ്യം. രക്തസാക്ഷ്യം എന്ന് ഖുർആനിൽ ഇല്ല. ഖുർആനിൽ പറയുന്നിടത്തെല്ലാം എന്താണ്? ജീവിത സാക്ഷ്യമാണ്. കാരണം എന്താണ്? ഖുർആനിന് ആവശ്യം ജീവിക്കുന്ന സാക്ഷികളെയാണ്. ഖുർആന് മരിച്ച സാക്ഷികളല്ല വേണ്ടത്, ജീവിക്കുന്ന സാക്ഷികളെ വേണ്ടത്. അത് നമ്മൾ ഇതിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ്. ഖുർആനിന് ആവശ്യം ജീവിക്കുന്ന സാക്ഷികളാണ്. സാക്ഷികളെല്ലാം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഖുർആൻ മുഴുവൻ മൃതമായി തീർന്നത്. അപ്പോ അഷ്ഹദു എന്ന് പറഞ്ഞപ്പോ എന്ത് കിട്ടി? ഷഹീദിനെ കിട്ടി, ശുഹദാനെ കിട്ടി, ഷഹാദത്തിനെ കിട്ടി. ഇനി അഷ്ഹദു കഴിഞ്ഞിട്ട് അൻ അഷ്ഹദിന്റെ കൂടെ എന്ത് പറഞ്ഞു? അൻ എന്ന് പറഞ്ഞു. അൻ പറയുമ്പോ എന്തായി? അഷ്ഹദു അൻ എന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ സാക്ഷ്യം വയ്ക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ സാക്ഷ്യം വയ്ക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ സാക്ഷ്യം വയ്ക്കുന്നു. അഷ്ഹദു അൻ, അതിന്റെ അർത്ഥം എന്താ? എന്ന്. ദാറ്റ്, ഇംഗ്ലീഷ് ദാറ്റ് എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഞാൻ സാക്ഷ്യം വയ്ക്കുന്നു. അപ്പൊ അന്നിന്റെ അർത്ഥം മനസ്സിലായപ്പോഴത്തെ എന്തായി? ഖുർആനിലെ 576 വാക്ക്. ഖുർആനിലെ 576 വാക്ക്. അപ്പൊ അഷ്ഹദു അൻ എന്ന് പറഞ്ഞതോടുകൂടി 4 പേജ് മാറി 655 വാക്കുകൾ ആയി. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നമുക്ക് ഒരുപാട് വാക്ക് ഞാൻ ഓർമ്മിച്ച് വെക്കണ്ട. അഷ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓർമ്മിക്കുക. അപ്പോ അഷ്ഹദ് പറയുമ്പോഴത്തേക്ക് ഷഹാദത്ത്, ഷഹീദ്, ശുഹദാ 3 വാക്ക്. അൻ എന്ന് പവർ പോയതുകൊണ്ട് ചെറിയൊരു വിഷനിലെ വ്യത്യാസം ഉണ്ടാവും, ബാക്കി കുഴപ്പമൊന്നുമില്ല. അൻ എന്ന്, അപ്പൊ അത്രയും വാക്ക് കിട്ടി. പിന്നെന്താ? കലിമത്ത് തൗഹീദ് എന്ന് പറയുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാണ് കലിമത്ത്. കലിമത്ത് തൗഹീദിൽ ലാ എന്ന വാക്ക് ഖുർആനിൽ 1732 പ്രാവശ്യം ആവർത്തിയുണ്ട്. ലാ, ഇല്ല, അല്ല, ഇല്ല, അല്ല എന്ന് പറയുന്ന ലാ ഖുർആനിൽ. ഇതാരും എഴുതിയെടുക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരും. ഈ ഗ്രൂപ്പിൽ നമ്മൾ ഗ്രൂപ്പിലായിട്ട് ആഡ് ചെയ്തതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരും. ഇതിന്റെ കമ്പയറിംഗ് കംപ്ലീറ്റ് തീർന്നിട്ടില്ല. പക്ഷേ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെ വരെയാണ് പഠിപ്പിച്ചത് അത്രയും നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരും. ആരും എഴുതിയെടുക്കണ്ട. ഈ കൗണ്ടിങ്ങിലൊന്നും എന്തില്ല, ഖുർആൻ മനസ്സിലാക്കുന്നതുമായി ഒരു ബന്ധവുമില്ല. പക്ഷെ കൗണ്ടിങ് നിങ്ങൾ അറിയണം. ഇത്രയും വാക്ക് നമുക്ക് അറിയാം എന്ന ഒരു മെന്റൽ പവർ നിങ്ങൾക്ക് അറിയണം. അതാണ് നേരത്തെ പറഞ്ഞത്, ആനയുടെ പവർ നിങ്ങൾക്ക് അറിയാമെന്ന്. ലാ ഇല്ല അല്ല എന്ന വാക്ക് അറിയുന്നതോടുകൂടി ഖുർആനിലെ 1732 വാക്ക്. അടുത്ത വാക്ക് എന്താ? ഇലാഹുൻ. ഇലാഹുൻ ഏത് കുഞ്ഞു കുട്ടിക്കും അറിയാം. ഇലാഹുൻ ആരാധ്യൻ, ഇലാഹുൻ ആരാധ്യൻ. പിന്നെന്താ? ഇല്ലല്ലാ. അപ്പൊ ഇലാഹ് എന്ന വാക്ക് ഖുർആനിൽ 118 പ്രാവശ്യം വന്നു. നമ്മൾ ഈ കൗണ്ടിങ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഞാൻ കുറെ ഇൻട്രൊഡക്ഷൻ കട്ട് ചെയ്തു നല്ല ടൈമിൽ തീർക്കാൻ വേണ്ടി. നമ്മൾ 4 മണിക്കൂർ കൊണ്ട്, 1 ദിവസം കൊണ്ട്, 3 ദിവസം കൊണ്ടൊക്കെ എടുത്ത ക്ലാസ്സുകളാണ്. ഇതെല്ലാം നമ്മളിപ്പം റെഡ്യൂസ് ചെയ്ത് അത് കഴിഞ്ഞ് കാത്തിരിക്കും ഈ പറയുന്ന ആയിരങ്ങൾ എവിടെയെന്ന്. അതുകൊണ്ട് കുറെ ഇൻട്രൊഡക്ഷൻ കട്ട് ചെയ്താണ്. ഖുർആനിൽ 604 പേജ് ഉണ്ട്. 604 പേജിൽ 77,500 വാക്കുകളുണ്ട്. 77,500 വാക്കുകളിൽ ഒറ്റ അക്ഷരങ്ങൾ വാക്കുകളിൽ പെടുന്നില്ല. ബി,
അഊദു ബില്ലാഹിലെ ബി അതിൽ പെടുന്നില്ല, അൽഹംദുലില്ലാഹിലെ ലീ പെടുന്നില്ല, അതേപോലെ വയൽ മഹബൂബ് അലൈഹിം വലദ്ദാലീനിലെ വാ കൂട്ടുന്നില്ല. ഇതൊന്നും കൂട്ടാതെയാണ് 77,500 വാക്കുകൾ. 77,500 വാക്കുകൾ ഉള്ളതിൽ ഇത്രയും വാക്കുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ 77,500 വാക്കുണ്ട്. ഒരു പേജിൽ 150 വാക്കുണ്ട്. ശരാശരി 130 മുതൽ 140 വരെ. 150 എന്ന് പറഞ്ഞ ഒരു മാക്സിമം. 130 മുതൽ 150 വരെ വാക്കായിരിക്കും ഒരു പേജിലുണ്ടാവുക. അങ്ങനെയുള്ള പേജുകളാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ പറയുമ്പോൾ തന്നെ 1732 വാക്ക് കൊണ്ട് മാറി. ചെറിയ വാക്കാകുമ്പോൾ നമ്മൾ 150 വാക്കാൻ എണ്ണിയാൽ മതി, അത്രയും പേജുകൾ. അതേപോലെ ഇലാഹ് എന്ന് പറയുമ്പോൾ 118, ഏകദേശം ഒരു പേജിന്റെ അടുത്തായി. ഇല്ല ഒഴികെ, ഇല്ല ഒഴികെ എല്ലാവർക്കും അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓരോ വാക്കിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ഇല്ല എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് ഒഴികെ 666 പ്രാവശ്യം. 666 പ്രാവശ്യം. 150 ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, നമുക്കറിയാം. കാൽക്കുലേഷൻ ഇവിടെ താഴെ എഴുതിയിട്ടുണ്ട്. അള്ളാ എന്ന വാക്ക് ഖുറാനിൽ 2699 പ്രാവശ്യം. 2699 എന്ന് പറഞ്ഞാൽ ഒരു ജുസ്. നമുക്ക് ആകെ മുസാഫ് എടുത്ത് നോക്കിയാൽ 30 ജുസായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ 30 ജുസായിട്ട് തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ജുസ് എന്താണ്? അള്ളാഹ് എന്ന് പറഞ്ഞ വാക്കാണ്. ബാക്കി 29 ജുസ് പഠിക്കണം. ഈ പറഞ്ഞ എണ്ണമൊക്കെ നിങ്ങൾ ഇങ്ങനെ കൂട്ടി നോക്കുക. കഴിയുമ്പോൾ എന്തായി? ഇപ്പൊ 2 ജുസുവിന്റെ എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2 ജുസുവിന്റെ എണ്ണം നമ്മൾ പറഞ്ഞു. 40 പേജ് കഴിഞ്ഞു. എവിടെ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ എത്ര പേജായി? 40 പേജായി. 2 ജുസ് കഴിഞ്ഞു. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കലിമ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം 2 ജുസ് നമുക്ക് അർത്ഥം പഠിക്കും. എന്ന് പറഞ്ഞാൽ 5870 വാക്ക്. അപ്പൊ എന്താ? ഇത്രയും ഷഹാദത്ത് കലിമയിലെ ഓരോ വാക്കും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അതിന്റെ കൂടെ ഷഹീദ് ശുഹദാ ഷഹാദത്ത് കൂട്ടുന്നത് ഇത് അറിയാമെങ്കിൽ ഒരു പേജ് എടുത്താൽ 10 വാക്ക് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും ശരാശരി. ചിലതിൽ 10, ചിലവ് 10 കൂടുതലുണ്ടാവും, ചിലതിൽ 10 കുറച്ച് കുറവായിരിക്കും. ഇനി രണ്ടാമത്തെ ഷഹാദത്ത് കലിമ വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അപ്പൊ അവിടെയുണ്ട് നേരത്തെ അൻ പറഞ്ഞതുപോലെ ഒരു വാക്ക് ഇവിടെയും. മുഹമ്മദ് റസൂലുള്ളയാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സൈഡിൽ ചിന്തിക്കുന്നു. അപ്പൊ അവിടെ അൻ പറഞ്ഞതുപോലെ ഒരു വാക്കാണ് അന്ന. അൻ എന്ന് പറഞ്ഞാലും അന്യ എന്ന് പറഞ്ഞാലും ദാറ്റ് എന്നാണ് അർത്ഥം. എന്ന് മലയാളത്തില് എന്ന് എന്നാണ് അർത്ഥം. അശ്ഹദു അന്ന മുഹമ്മദൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് 4 പ്രാവശ്യം വന്നിട്ടുള്ളൂ. പക്ഷെ റസൂൽ എന്ന വാക്ക് 332 പ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പം റസൂൽ നമുക്കറിയാം. റസൂൽ എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്ന റസൂൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സന്ദേശങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി അള്ളാഹ് തെരഞ്ഞെടുത്ത ദൂതൻ റസൂൽ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് ഞാൻ സഹിച്ചിരിക്കുന്നു. അപ്പൊ അന്യയുടെ അർത്ഥം എന്ന്, അന്യന്റെ അർത്ഥം എന്ന്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ. ഈ വാ ഉണ്ടല്ലോ, വാ നമുക്കറിയാം ആൻഡ് എന്ന അർത്ഥം. അത് 6000-ലധികം പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ എണ്ണുന്നില്ല. കാരണം എന്താണ്? ഒരു വാക്കല്ല, ഒരു വാക്കായിട്ട് ഖുർആനിൽ കൗണ്ട് ചെയ്യപ്പെടും. ശരി. അപ്പൊ ഇപ്പൊ എത്രയായി? 44 പേജായി. 2.25 ജുസ്. 6469 വാക്കുകൾ കഴിഞ്ഞു. പകുതി കഴിഞ്ഞു നമ്മുടെ. അപ്പൊ അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതില് ഷഹീദ് ശുഹദാ ഷഹാദത്ത് അടക്കം 2.25 ജുസ് അഥവാ 44 പേജ് 6469 വാക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവമാണ്. നമ്മൾ മുസ്ലിം എടുക്കും ഇങ്ങനെ ഓടും. ഖുർആനാക്കി മുസ്ലിം. പക്ഷെ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറയുന്നത് എന്താണെന്ന് നമുക്കറിയില്ല.
അത് ശരിക്കും മനസ്സിലാക്കിയാൽ ഷെയ്ത്താൻ 88 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഷെയ്ത്താൻ എന്ന വാക്കില് 3 അക്ഷരം ഉണ്ടല്ലോ, ഷീന് ഷെയ്ത്താൻ നോക്കിയാൽ ഷ യ ത്വ, ഷെയ്ത്താൻ പിന്നെ നൂനുണ്ട്. ഇതേ അക്ഷരങ്ങൾ തന്നെയാണ് ഷയാത്തീനു ഇത് വന്നേക്കും. ഷയാത്തീനു ഷയാത്തീനു ഷെയ്ത്താനുൻ ഷയാത്തീനു. ഷയാത്തീനു വരുമ്പോൾ ഒരു തമ്മ ഉണ്ടാവും. ഷെയ്ത്താനുൻ ഷയാത്തീനു. അപ്പൊ ഷെയ്ത്താനുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഷയാത്തീനു. ഷെയ്ത്താനുൻ എന്ന വാക്കിന്റെ ബഹുവചനമാണ് ഷയാത്തീനു. ബഹുവചനത്തിന് അറബിയിൽ ജ ഇടുന്നു, ജിൻ, ഷയാത്തീനു. അപ്പൊ ഷെയ്ത്താനും ഷയാത്തീനു എന്ന് പറഞ്ഞാൽ അത് 88 പ്രാവശ്യമാണ്. റജീം 14 പ്രാവശ്യം, അഊദു 17 പ്രാവശ്യം. അഊദു 17 പ്രാവശ്യം, ഷെയ്ത്താൻ 88 പ്രാവശ്യം, റജീം 14 പ്രാവശ്യം. പിന്നെ ഒരു വാക്കുണ്ടല്ലോ അവിടെ, അഊദു ബില്ലാഹി, അള്ളാഹ് എന്ന വാക്ക് നമ്മൾ നേരത്തെ കൂട്ടി. അള്ളാഹ് എന്ന വാക്ക് നമ്മൾ നേരത്തെ കൂട്ടി. മിൻ ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 3000 പ്രാവശ്യം മിൻ വന്നിട്ടുണ്ട്. മിൻ 3000 പ്രാവശ്യം മിൻ വന്നിട്ടുണ്ട്. ചിലതൊക്കെ ഡിസ്പ്ലേയിൽ എഴുത്ത് വരാത്തതാണ്. 3000-ത്തിലധികം പ്രാവശ്യം, 3000 പ്രാവശ്യം ഖുർആനിൽ വന്ന ഒരു വാക്കാണ് മിൻ. എന്താർത്ഥം? നിന്ന്. പിശാചിൽ നിന്ന്. ഷെയ്ത്താൻ പിശാചി, മിൻ നിന്ന്. മിന ഷെയ്ത്താൻ പിശാചിൽ നിന്ന്. മിന ഷെയ്ത്താൻ പിശാചിൽ നിന്ന്. അപ്പൊ മിൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് ഖുർആനിൽ? 3000 പ്രാവശ്യം. 3000 പ്രാവശ്യം എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2 ജുസായി, 1 ജുസായി. 1 ജുസായി. ഒരു പേജില് 150 വാക്ക്, 2 പേജില് 300 വാക്ക്, 20 പേജില് 3000 വാക്ക്. 150 എന്ന് പറഞ്ഞാൽ മാക്സിമം ആണ്. അപ്പൊ മിൻ പോലെ ചെറിയ അക്ഷരം, ചെറിയ വാക്ക് 3000 പ്രാവശ്യം വന്നില്ലെന്ന് പറഞ്ഞാൽ 1 ജുസുമാണ്. 1 ജുസ് അള്ളാഹ് എന്ന വാക്ക്, 1 ജുസ് മിൻ എന്ന വാക്ക്, 2 ജുസ് തീർന്നു. ആലോചിച്ച് നോക്കിയേ, ഇത്രയും സിമ്പിളാണ്, ലളിതമാണ് ഖുർആൻ. അപ്പൊ എത്രയായി ഇവിടെ ടോട്ടൽ? നമ്മുടെ ഗ്രാഫ് 3.25 ജുസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ബാക്കി 27 ജുസുകളുണ്ട്. 3.25 ജുസ് ആയപ്പോഴത്തേക്ക് 65 പേജ് കഴിഞ്ഞു. ഒരു പേജ് എടുത്താൽ ഇത്രയും വാക്കുകൾ അറിയാമെങ്കിൽ ഒരു പേജ് എടുത്താൽ 16 വാക്ക് നിങ്ങൾക്ക് അറിയുന്നത്. ഒരു പേജിലെ 16 വാക്ക് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അതായത് 9614. 50% കഴിഞ്ഞു കേട്ടോ. 15,000 ആണെങ്കിൽ 50% കഴിഞ്ഞു. 50 വരെ 10 മിനിറ്റ്, 12 മിനിറ്റ് ആണ്. 50% കഴിഞ്ഞു. 9614 വാക്ക് അല്ലേ? എന്തായാലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത്രേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന സംഭവം. എല്ലാവരും ഫാത്തിഹ പഠിക്കാൻ പോകും. ഫാത്തിഹ പഠിക്കുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശരിക്കപ്പെട്ട വിശാഖം ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. പിന്നെ കുറച്ച് കഴിയും ഒന്നും തിരിയില്ല. തിരിയാത്തത് പഠിപ്പിക്കുന്ന ആൾക്ക് തിരിയണം. എന്ത് തിരിയണം? പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് തിരിയണം. പഠിപ്പിക്കുന്ന ആൾക്ക് അത് മനസ്സിലാക്കാൻ മാത്രം തിരിഞ്ഞാൽ പോരാ. പഠിപ്പിക്കുന്ന ആൾക്ക് പഠിപ്പിക്കുന്നത് എങ്ങനെയും തിരിയണം. അതാ പ്രശ്നം. നമ്മൾ കണക്ക് പഠിക്കാൻ പോകുമ്പോഴത്തേക്ക് 1-ാം ക്ലാസ്സിൽ ചെന്നാൽ, പ്രീ പ്രൈമറി ചെന്നാൽ നമ്മൾ 1, 2 ഒന്നും പഠിപ്പിക്കില്ല. കൗണ്ടിങ് പഠിക്കാനാകുമ്പോൾ മാത്രമേ 1, 2, 3, 4 എന്ന് പഠിപ്പിക്കൂ. പക്ഷേ നമ്മൾ ഖുർആൻ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഇയ്യാക നഅ്ബുദു എന്ന് വെച്ചാൽ അവൻ നഅ്ബുദുമായി ബന്ധപ്പെട്ട സംഭവം എല്ലാം പറയും. പക്ഷെ ഇതെല്ലാം പഠിച്ചിട്ട് പോയിട്ട് അവസാനം 0-യിലായിരിക്കും മൈൻഡ് ഉണ്ടാവുക. അന്നേരം നമുക്ക് കുറച്ച് ഈമാൻ വർദ്ധിക്കും. ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ കുറച്ച് ഈമാൻ വർദ്ധിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈമാൻ കുറച്ച് കുറയും. കാരണം എന്താ? നമ്മൾ പ്രീ പ്രൈമറി പഠിക്കേണ്ടത് പ്രീ പ്രൈമറി പഠിക്കണം, അപ്പർ പ്രൈമറി പഠിക്കേണ്ടത് അപ്പർ പ്രൈമറി പഠിക്കണം, ഹൈസ്കൂളിൽ പഠിക്കേണ്ടത് ഹൈസ്കൂളിൽ പഠിക്കണം, അതിന് സെക്കൻഡറി സ്കൂളിൽ പഠിക്കേണ്ടത് സെക്കൻഡറി സ്കൂളിൽ പഠിക്കണം, ഡിഗ്രി പഠിക്കേണ്ടത് ഡിഗ്രിക്ക് പഠിക്കണം, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ. അല്ലേ? നമ്മളൊരു ഡോക്ടറിന്റെ അടുത്ത് ആലോചിച്ച് നോക്കി. ഡോക്ടറിന്റെ അടുത്ത് നമ്മൾ സാധാരണ MBBS ഡോക്ടറിന്റെ ചെവി കൊണ്ട് കാണിച്ചാൽ പറയും. ചെവി കൊണ്ട് കാണിച്ചാൽ പറയും ഇത് ENT കാണിക്കുമെന്ന് പറയും. നമ്മളാണെങ്കിലോ ഏത് ഖുർആൻ ക്ലാസ് എടുക്കുന്നിടത്ത് എന്ത് ചോദിച്ചാലും ഞങ്ങൾ പറഞ്ഞു. അപ്പോ
ആ ലെവലിൽ നിന്നിട്ട് അഞ്ചലിന്നാസ മനാസിലഹുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ജനങ്ങളുടെ ദർജയിലേക്ക് ഇറങ്ങി നിന്നിട്ട് പഠിപ്പിക്കണം, അല്ലാതെ ഉയർന്ന ദർജയിലേക്ക് നിന്നിട്ടല്ല പഠിപ്പിക്കുക. ഓക്കെ, അപ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ഇതിൽ അറിയാത്ത വാക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കും. അഷ്ഹദു എന്ന് പറഞ്ഞപ്പോ ഞാൻ അഷ്ഹദു എന്ന വാക്കല്ല കൗണ്ട് ചെയ്യുന്നത്. ഷഹീദ്, ശുഹദാ, ഷഹാദത്ത് 3 വാക്കാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ 9614 വാക്ക് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്കറിയാം റബ്ബ് സുബ്ഹാനഹു വ തആല നബിയെ അയച്ചിട്ടുണ്ട്. ആ നബിക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? കിതാബ് കൊടുത്തിട്ടുണ്ട്. കിതാബിൽ ആയത്തുണ്ട്, അല്ലെ? റബ്ബ് സുബ്ഹാനഹു വ തആല നബിയെ അയച്ചു, നബിക്ക് കിതാബ് കൊടുത്തു, കിതാബിൽ ആയത്തുണ്ട്. ആയത്തിന്റെ ബഹുവചനമാണ് ആയാത്ത്. 3 അക്ഷരം നോക്കിയാൽ മതി, 3 അക്ഷരം ബേസ് ചെയ്ത് നോക്കുക. അത് 2 3 അക്ഷരം ഈ വാക്കിലുള്ള വാക്ക് വേറൊരു വാക്കിലുമുണ്ടെങ്കിൽ അതെന്തായി? അതിന്റെ ഏകദേശം അതായി. അപ്പൊ ആയത്ത് ഏകവചനവും ആയാത്ത് ബഹുവചനം. ആയത്തും ഏകവചനം, ആയാത്ത് ബഹുവചനം. ഇത് ഏകവചനമാണ് ബഹുവചനമാണ് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആശയം മനസ്സിലാവും. കാരണം ആയത്തും ആയാത്തും നമ്മൾ ഏകവചനം ബഹുവചനം മനസ്സിലാക്കാൻ നിർബന്ധമില്ല, ആശയം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഇത്രയും വാക്കാണ് ഖുർആനിൽ 7 പേജ് ആവർത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല നബിയെ തിരഞ്ഞെടുത്ത് അയച്ചു, നബിക്ക് കിതാബ് കൊടുത്തിട്ടുണ്ട്, കിതാബിൽ ആയത്തുണ്ട്. ഖുർആനിലെ 7 പേജ്. അപ്പോൾ ഗ്രാഫ് ഒന്നുകൂടെ കൂടി 76 പേജ്, ആകെ 76 പേജ് പഠിച്ചു. 11,499 അല്ല 11,299. അപ്പൊ ഇതിനിടയ്ക്ക് പറയുന്ന വിശദീകരണം ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല കേട്ടോ. ഇടയ്ക്ക് വിശദീകരണം പറയുമ്പോഴത്തേക്ക് കുറെ സമയം പോകുന്നില്ലേ? നമുക്ക് അത്രയും സമയം വേണ്ട ഇത്രയും വാക്ക് പഠിപ്പിക്കാൻ. 10 6 16 വാക്കോടുകൂടി 16 മിനിറ്റോടുകൂടി 11,299 വാക്ക് നമ്മൾ പഠിച്ചു. ഇതിലേതെങ്കിലും വാക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ കമന്റ് നിങ്ങൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും, ഇപ്പൊ ഓപ്പൺ ആണെന്ന് എനിക്ക് ഇല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വാക്ക് ഇന്ന വാക്കുകൾ എനിക്ക് അറിയില്ല എന്ന് നിങ്ങൾ മെസ്സേജ് ഇടുക കേട്ടോ. മാത്രമല്ല, നിങ്ങൾ ഖുർആൻ മനസ്സിലാക്കി വായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനിച്ച കാര്യം നമ്മളെ അറിയിക്കണം. അതൊരു സംഭവമാണ്, നമുക്ക് അതിലേക്ക് വരാം. നമുക്ക് ആയത്ത്, പിന്നെ നമുക്ക് മുസ്ലിമിനെ അറിയാമല്ലോ, മുഅ്മിനെ അറിയാം, സത്യവിശ്വാസി. സാലിഹിനെ അറിയാം. സാലിഹ് എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യൻ, സൽക്കർമ്മി എന്നൊക്കെ പറയും, സച്ചരിതനായ മനുഷ്യൻ എന്നൊക്കെ സംസ്കൃതത്തിൽ പറയും. അതേപോലെ കാഫിറിനെ അറിയാം, സത്യനിഷേധി. അതേപോലെ മുശ്രിക്കിനെ അറിയാം, ബഹുദൈവവിശ്വാസി. മുനാഫിക്കിനെ അറിയാം, കപടവിശ്വാസി. അപ്പൊ ഈ പേഴ്സണാലിറ്റീസ് ഏതെല്ലാം വ്യക്തിത്വങ്ങളാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാന വ്യക്തിത്വങ്ങൾ വിലക്കിയാണ്: മുസ്ലിം, മുഅ്മിൻ, സാലിഹ്, കാഫിർ, മുശ്രിക്ക്, മുനാഫിക്ക്. ഇവരെ കുറിച്ച് ഖുർആനിൽ 4 പേജ് വന്നിട്ടുണ്ട്. 4 പേജ് ഇത് നമുക്കറിയുന്ന വാക്കുകളാണ്. അപ്പൊ ടോട്ടൽ 12,000 കഴിഞ്ഞു. ഇനി നമ്മൾ എടുത്ത് നോക്കുക നബിമാരുടെ പേരുകൾ. നബിമാരുടെ പേരുകൾ കൂടുതൽ പ്രാവശ്യം വന്നിട്ടുണ്ട്. മൂസ, ഇബ്രാഹിം, നൂഹ്, ലൂത്ത്, യൂസുഫ്, ആദം, ഈസ, ഹാറൂൻ, ഇസ്ഹാഖ്, സുലൈമാൻ, ദാവൂദ്, യാക്കൂബ്, ഇസ്മായിൽ, ഷുഐബ്, ഹൂദ്, സ്വാലിഹ്. ഈ പേരുകളാണ് അലൈഹിമുസ്സലാം. ഈ പേരുകളൊന്നും എല്ലാം നബിമാരുടെ പേരുകളാണെന്നുള്ള ഉറപ്പായി നമുക്കറിയാം. സക്കരിയ, യഹ്യ, അയ്യൂബ്, മുഹമ്മദ്, യൂനിസ്, ഇതൊക്കെ നമുക്കറിയാം നബിമാരുടെ പേരുകളാണ്. അൽ യസാ, ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, നിങ്ങൾക്ക് അറിയുന്നതാണ്, ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഒരു വാക്ക് അൽ യസാ. പിന്നീട് ഗിൽയാസ്, ജൽകിഫിൽ. ജൽകിഫിൽ എന്നാൽ നമ്മൾ ദുൽകിഫിൽ എന്നാണ് പറയുന്നത് ദുൽകിഫിൽ എന്നാണ്. ഖുർആനിൽ ജൽകിഫിൽ എന്നാണ് വന്നിട്ടുള്ളത്. ഖുർആനിൽ വന്നിരിക്കുന്ന പോലെ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ ഗ്രാമറിന്റെ വ്യാകരണപരമായ പൊസിഷൻ അനുസരിച്ച് അവിടെ വരും, അങ്ങനെ വരും. അതനുസരിച്ച് ജൽകിഫിൽ എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയുമ്പോൾ ദുൽകിഫിൽ എന്നാണ് പറയേണ്ടത്. പക്ഷേ വ്യാകരണത്തിന്റെ സ്ഥാനം അനുസരിച്ച് ചിലപ്പോൾ ദാ വരും, ചിലപ്പോൾ ദീ വരും, ചിലപ്പോൾ ദൂ വരും. അപ്പൊ ജൽകിഫിൽ. അപ്പൊ ശ്രദ്ധിക്കേണ്ടത് അൽ യസ, ഗിൽയാസ്, ജൽകിഫിൽ. ഇതൊക്കെ ഇല്യാസ് നബിയെ കുറിച്ച് നമുക്കറിയാം. പക്ഷെ ചിലപ്പോൾ നമ്മൾ ഗിൽയാസ് എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇല്യാസ് എന്ന് പറഞ്ഞാൽ ഇല്യാസീൻ എന്നും വരും.
അപ്പോഴും ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറയുന്നത്. ദൽകിഫിൽ ഇതൊക്കെ നബിമാരുടെ പേരാണെങ്കിൽ ഈ നബിമാരുടെ പേരുകൾ എല്ലാം സച്ചരിതരായ മനുഷ്യന്മാരാണല്ലോ. ഉള്ള തെരഞ്ഞെടുത്ത നബിമാരാണ്. അവർ സ്വാലിഹുകളായിരിക്കും, സിദ്ദീഖായിരിക്കും, ഉത്തമ മനുഷ്യന്മാരായിരിക്കും. അപ്പൊ ഈ ഉത്തമ മനുഷ്യന്മാരെ കുറിച്ച് ഖുർആനിൽ 4 പേജ് വന്നിട്ടുണ്ട്. ഓക്കെ. അതേപോലെ സ്ഥലങ്ങൾ അല്ലെങ്കിൽ വ്യക്തികളുടെ പേര്, പ്രോപ്പർ നൗൺ എന്ന് പറയും, വ്യക്തികളുടെ പേര്. ഇതിൽ പല വാക്കുകളും നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇപ്പൊ ഞാൻ കുറച്ച് അഡീഷൻ തരുന്നുണ്ടല്ലോ. 15,000 വാക്കുകൾ എന്ന് പറഞ്ഞിട്ട് 15,000 അപ്പുറം 16,000 വാക്കുകൾ തരും. അതെന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ യഹൂദ്, ഹാമാന്, അതേപോലെ ഏതെങ്കിലും വാക്ക് സമൂദ്, ആദ് പോലുള്ള വാക്കുകൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്ത് ചെയ്യും, ടോട്ടൽ നിങ്ങളുടെ കൗണ്ട് 15,000 എത്തും. അപ്പൊ 15,000 പ്ലസ് ആണ് നിങ്ങൾക്ക് ബോണസ് അടക്കമാണ് തരുന്നത്. മാത്രമല്ല, സാലറി മാത്രമല്ല വരുന്നത്, അതായത് നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന എക്സാക്ട് കൗണ്ടിങ് മാത്രമല്ല വരുന്നത്, ബോണസ് ആണ് തരുന്നത്, ബോണസ് അടക്കമാണ് തരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് എങ്ങനെയായിരുന്നാലും 15,000 വാക്കുകൾ ഉറപ്പായിട്ടും ഇത് കിട്ടും. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ആദ്, സമൂദ് 2 ഗോത്രങ്ങളുടെ പേരാണ്. മറിയം അലൈഹിസ്സലാമിനെ നമുക്കറിയാം. ആദ്, സമൂദ് എന്ന് പറയുന്ന ഗോത്രങ്ങളുടെ പേരാണ്. ഇബ്ലീസ് നമുക്കറിയാം. തൂർ മല അറിയാം. മദിയൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണ്. യഹൂദ് അറിയാം, ജൂതന്മാർ. ഹാമാൻ അറിയാം, ഫിറഔന്റെ പ്രധാനമന്ത്രിയാണ് ഹാമാൻ. കാറൂൻ അറിയാം, മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലത്തുണ്ടായിരുന്ന ധിക്കാരിയ മനുഷ്യനാണ് കാറൂൻ. അപ്പൊ ഈ കാറൂൻ, ഹാമാൻ, യഹൂദ് ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും ഖുർആൻ മനസ്സിലാവും നമുക്ക്. കാരണം ഇതെല്ലാം 8, 6, 4 പ്രാവശ്യമാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ വ്യക്തിത്വങ്ങളെ പേഴ്സണാലിറ്റീസ് എന്നാണ് പറയുന്നത്, പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. ഈ പ്രോപ്പർ നൗണുകൾ ഖുർആനിൽ 4 പേജ് ആവർത്തിക്കുന്നുണ്ട്, 2 പേജ് ആവർത്തിക്കുന്നുണ്ട്, 251 പ്രാവശ്യം. ഇനി നമുക്കറിയുന്ന ചില വാക്കുകൾ: ദിക്ർ, സ്വലാത്ത്, ജക്കാത്ത്. ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ ദിക്ർ ചൊല്ലി എന്ന് പറയും. ഇപ്പൊ എന്താ, സ്മരണയാണ്. ദിക്ർ എന്ന് പറഞ്ഞാൽ സ്മരണ ചെല്ലണ്ട, ദിക്ർ ചെയ്താൽ മതി, സ്മരണ, ഓർക്കൽ. സ്വലാത്ത് അറിയാം. സ്വലാത്ത് എന്താ അർത്ഥം? നമസ്കാരം എന്ന് പറയുന്നുണ്ടെങ്കിലും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ്. അപ്പൊ സ്വലാത്ത്, നബിയുടെ പേര് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നബിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നല്ല. മയ്യത്തിന്റെ സ്വലാത്തുൽ മയ്യിത്ത് എന്ന് പറഞ്ഞാൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ്. പൊതുവിൽ സ്വലാത്ത് എന്ന് പറയുമ്പോൾ നമസ്കാരം അള്ളാഹ്ക്ക് വേണ്ടിയുള്ളതാണ്. നമസ്കാരം അള്ളാഹ്ക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന സംഭവം. അപ്പൊ അതില് പ്രധാനമായും പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സ്വലാത്തിന്റെ ഭാഷാർത്ഥം പ്രാർത്ഥന എന്നാണ്. പിന്നീട് നമസ്കാരം എന്ന ആ സാങ്കേതിക അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമായി മാറിയതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നബിയുടെ പേരിൽ സ്വലാത്ത് ഇല്ലി എന്ന് പറയുമ്പോൾ നമസ്കാരമല്ല, അതെന്താണ്, പ്രാർത്ഥനയാണ്, നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതേപോലെ സ്വലാത്തുൽ ജനാസത്തി എന്നോ സ്വലാത്തുൽ മയ്യിത്ത് എന്നോ പറഞ്ഞാൽ മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നടത്തും. അതേപോലെ ജക്കാത്ത് നമുക്കറിയാം. ജക്കാത്ത് നിർബന്ധദാനമുണ്ട്, നിർബന്ധമല്ലാത്ത ജക്കാത്തും. ജക്കാത്ത് എന്ന് ദാനധർമ്മം എന്ന് പൊതുവിലാണ് ജക്കാത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മള് നിർബന്ധ ജക്കാത്തിനെ കുറിച്ചാണ് നമുക്കറിയുന്നത്. നിർബന്ധിത സക്കാത്തിനെ കുറിച്ച് സദക്ക എന്നും പറഞ്ഞിട്ടുണ്ട്. സദക്ക എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫരീദത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ നിർബന്ധമായ സദക്കയാണ്. അപ്പൊ സുന്നത്തായ സക്കാത്തും ഉണ്ട്, ഫർദായ സക്കാത്തും ഉണ്ട്. ഫർദായ സക്കാത്തിനെ നമ്മൾ ജക്കാത്ത് എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ജക്കാത്ത് നമ്മൾ മനസ്സിലാക്കി എന്താണോ ആ ആശയം മനസ്സിൽ വന്നാൽ തന്നെ നമുക്ക് ആശയം കിട്ടും. സലാം എല്ലാവർക്കും അറിയാം, അസ്സലാമു അലൈക്കും, സലാം, സമാധാനം. അതേപോലെ ജന്നത്ത്, സ്വർഗം. ഒറ്റയടിക്ക് പറഞ്ഞാൽ ജന്നത്ത് സ്വർഗം. തോട്ടമൊന്നും പൂന്തോട്ടമൊന്നും എസ്റ്റേറ്റ് എന്നൊക്കെ അർത്ഥം വരും. മൊത്തത്തിൽ പറഞ്ഞാൽ ജന്നത്ത് എന്നുള്ളത് പൊതുവിൽ പറഞ്ഞാൽ സ്വർഗം എന്നാണ് ജന്നത്ത്. ഞാറ്, നരകം. ഞാറിന് തീ എന്ന അർത്ഥമുണ്ട്, തീ എന്നാണ് ഭാഷാർത്ഥം. പൊതുവിൽ ഞാറ്, നരകം എന്ന അർത്ഥത്തിൽ വരും. അതേപോലെ 5 ഗ്രന്ഥങ്ങൾ: തൗറ, ഇഞ്ചീൽ, ജബൂർ, ഖുർആൻ. തൗറ, ഇഞ്ചീൽ, ജബൂർ, ഖുർആൻ. ഇത്രയും വാക്കുകൾ ഖുർആനിൽ 4 പേജ് ആവർത്തിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനിയുള്ളത് ദീൻ. ദീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ വരുന്നത് അതാണ് ദീൻ. നമുക്കറിയാം ദീൻ. പക്ഷെ മാലിക് യൗമുദ്ദീൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയിൽ പറയുമ്പോൾ പ്രതിഫലം എന്നാണ് അർത്ഥം. ദീന് ജീവിത വ്യവസ്ഥ എന്നും അർത്ഥമുണ്ട്. അപ്പം മതം എന്ന അർത്ഥമുണ്ട്. ഒരു ജീവിത വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നത് മുഖേന ആ മതത്തിന്റെ ഭാഗമായി ഉള്ള സംഗതികളാണ്
അതുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അള്ളാന്റെ പ്രതിഫലമാണ്. അങ്ങനെ അള്ളാന്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിതക്രമം അനുസരിച്ച് ജീവിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ദീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് പ്രതിഫലവും ഉണ്ട്, ജീവിതക്രമവും ഉണ്ട്, മതവും ഉണ്ട്, എല്ലാം ഉണ്ട് ദീൻ. അതേപോലെ ഈമാൻ, ആ ഈമാൻ ഇല്ല എന്ന് പറയും. ഈമാൻ എന്ന് പറഞ്ഞാൽ വിശ്വാസം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സബ്മിഷൻ, സമർപ്പണം എന്നർത്ഥം. ഇസ്ലാം സമർപ്പണം. അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? ഇസ്ലാം ദീൻ. ഇന്ന ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഇസ്ലാം ദീനിന്റെ പേരായ ഇസ്ലാം. ആ ഇസ്ലാം അതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. പക്ഷെ ചില സമയത്തെങ്കിലും ഭാഷാർത്ഥത്തിലുള്ള സമർപ്പണം അതിൽ വരണം. പിന്നെന്താ? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് റഹ്മത്ത്. അള്ളാന്റെ റഹ്മത്ത് എന്ന് പറയും കാരുണ്യം. റഹ്മാൻ കരുണാനിധി, റഹീം കരുണകാരുണികൻ. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാലും കുഴപ്പമില്ല, മലയാളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാം. പക്ഷെ അറബിയിൽ പറഞ്ഞാൽ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവർക്കും അള്ളയെ അനുസരിക്കുന്നവർക്കും അനുസരിക്കാത്തവർക്കും കരുണ ചെയ്യുന്നത്. മഴ പെയ്തു, എല്ലാവർക്കും അതിന്റെ മഴയുടെ അനുഗ്രഹം കിട്ടി. ഇവിടെ വായു എല്ലാവരും ഉപയോഗിച്ചിട്ടിരിക്കുന്നു, ഭൂമിയിൽ എല്ലാവരും താമസിക്കും, സൂര്യന്റെ വെളിച്ചം എല്ലാവർക്കും കിട്ടുന്നു, സൂര്യന്റെ പ്രകാശവും ചൂടും എല്ലാവർക്കും കിട്ടുന്നു. അപ്പൊ എന്താണ് അത്? അള്ളാന്റെ റഹ്മാൻ, അള്ളാഹ് റഹ്മാൻ ആണെന്നുള്ളതിന്റെ തെളിവാണ്. റഹ്മാൻ എല്ലാവർക്കും കരുണ ചെയ്യും. അതേപോലെ റഹീം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹ് ഈ ലോകത്തും പരലോകത്തും കരുണ ചെയ്യും. ഈ ലോകത്ത് കരുണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റില്ല. പക്ഷെ ഈ ലോകത്തും കരുണ ചെയ്യും അള്ളാഹ്, പരലോകത്തും കരുണ ചെയ്യും. അപ്പൊ എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് കരുണ ചെയ്യുന്നവനാണ് റഹീം. എല്ലാവർക്കും കരുണ ചെയ്യുന്നവനാണ് റഹ്മാൻ. അതേപോലെ ദുനിയയെ കുറിച്ച് അറിയാത്തവരാരെങ്കിലും ദുനിയാവിലുണ്ടാകുന്ന തോന്നില്ല. ഇല്ലെങ്കിൽ ആഖിറത്തിൽ ചെല്ലുമ്പോഴെങ്കിലും നമുക്ക് ഖേദം ഉണ്ടാവും, ദുനിയാവിൽ അങ്ങ് ജീവിച്ചില്ലല്ലോ. അപ്പൊ ദുനിയ ഈ ലോകം, ആഖിറത്ത് പരലോകം. ഇത് രണ്ടും ടെക്നിക്കൽ വാക്കാണ് കേട്ടോ, സാങ്കേതിക പദമാണ്. ദുനിയ എന്ന് പറഞ്ഞാൽ ഈ ലോകം എന്നത് പറയുന്നത് സാങ്കേതിക അർത്ഥത്തിലാണ്, ഭാഷാർത്ഥത്തിലല്ല. അതേപോലെ ആഖിറത്ത് എന്ന് പറഞ്ഞാൽ പരലോകം അല്ലെങ്കിൽ പരലോക ജീവിതം എന്ന് പറയുന്നത് സാങ്കേതിക അർത്ഥത്തിലാണ്. ഓക്കെ. ഇനി സിറാത്ത് പാലം എന്ന് എപ്പോഴും പറയും നമ്മൾ. സിറാത്ത് പാലം, സിറാത്ത് എന്ന് പറഞ്ഞാൽ ബ്രോഡ്വേ എന്നർത്ഥം. ബ്രോഡ്വേ മുഖ്യപാത, പ്രധാന പാത, രാജവീഥി എന്നൊക്കെ പറയുമല്ലോ, അതാണ് സിറാത്ത്. മുഖ്യമായ വഴി, പാത, മാർഗം, വഴി, സിറാത്ത്. അസാബ് ശിക്ഷ, എല്ലാവർക്കും അറിയാം. അതേപോലെ ഹയാത്തിലുണ്ടോ എന്നുള്ളത് ഇന്ന് തന്നെ ആലോചിച്ചാൽ അറിയാൻ പറ്റും. ഹയാത്താണ്, ഇല്ലെങ്കിൽ മൗത്തായിരിക്കും, മൗത്തായാൽ മയ്യിത്താവും. അപ്പൊ ഹയാത്ത് ജീവിതം, മൗത്ത് മരണം. മരിച്ച ദേഹം മയ്യിത്താണ്. മരിച്ചു കഴിഞ്ഞാൽ അത് മൃതദേഹം, അത് മയ്യിത്തെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷെയ്ത്താൻ. അപ്പൊ ഇവിടെ നിന്ന് 88 കുറയ്ക്കണം. ഷെയ്ത്താൻ അവിടെ 88 നമ്മൾ കൂട്ടിയിട്ടുണ്ട്. മലക അല്ലെങ്കിൽ മലക്ക്, വലിയ രക്ഷകർത്താവ്, രക്ഷാധികാരി, ആത്മമിത്രം എന്നാണ് വലിയന്റെ അർത്ഥം കേട്ടോ. വലിയ ഹത്ത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഹത്തായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? ഹത്തായിട്ട് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം, നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പോവാ. ഹക്ക് സത്യം, യാഥാർത്ഥ്യം, അവകാശം, ബാധ്യത എന്നൊക്കെ അർത്ഥം കൊണ്ട് സന്ദർഭത്തിനനുസരിച്ച് നമുക്കത് ബോധ്യപ്പെട്ടോളും. നമുക്ക് ബോധ്യപ്പെടാത്ത അവസ്ഥയൊന്നും ഉണ്ടാവില്ല. എത്രയായി? ഒരു പേജ് എടുത്താൽ നിങ്ങൾക്ക് ഖുർആനിലെ 25 വാക്ക് അറിയാൻ പറ്റും. 5 ജുസ്, 15,000 വാക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. 20, 10, 30 മിനിറ്റ്. അതിനിടയ്ക്കുള്ള സൂചനയും വിശദീകരണവും അടക്കമാണ് പറഞ്ഞത്. സൂചനയും സൂചകങ്ങളും വിശദീകരണങ്ങളും ക്ലൂകളൊക്കെ ഉണ്ടല്ലോ, അതടക്കമാണ് 15,000 വാക്കുകൾ എന്ന്. എത്ര മിനിറ്റ് നമ്മൾ പറഞ്ഞത്? 30 മിനിറ്റ് ഉണ്ട്.
അപ്പോ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകൾ ഇവിടെ തീരുന്നില്ല. ഞാൻ പറഞ്ഞ നിങ്ങളെ പഠിപ്പിച്ചു തരാം എന്ന് പറഞ്ഞത് എന്താണ് എന്ന് പറഞ്ഞത് ഈ സംഭവം ഇത്രയും ഖുർആൻ ഇത്രയും വാക്കുകൾ എളുപ്പമുള്ള വാക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ കണ്ണ് തുറന്ന് നോക്കാത്തതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ കൽബ് തുറന്നു വെക്കണം. അതെ, മുസാഫിന്റെ മുമ്പിൽ കൽബ് തുറന്നു വെക്കണം. അതേപോലെ കണ്ണ് തുറന്ന് നോക്കണം. നമ്മൾ അക്ഷരമല്ല നോക്കേണ്ടത്, ആശയം നോക്കണം. ആശയം വായിക്കാനാണ് ഖുർആൻ പറഞ്ഞത്, അക്ഷരം നോക്കാനല്ല പറഞ്ഞത്, ആശയം നോക്കാനാ പറഞ്ഞത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും പഠിക്കാൻ തീരുമാനിച്ചോ? ഖുർആൻ വായിച്ച് മനസ്സിലാക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹൃദയം ഓപ്പൺ ചെയ്ത് അവിടെ എഴുതി വെക്കുക. ഹൃദയം ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് 3 ഓപ്പണിങ് വേണം. ആദ്യം കരുതി, പിന്നെ ഓപ്പൺ ചെയ്തു, പിന്നെ വീണ്ടും ഓരോ ഓപ്പണിങ് കൂടെ ചെയ്താലേ ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ. നമ്മൾ പറയുന്നതൊന്നും ഹൃദയം ആക്റ്റീവ് ആകുന്നില്ല യഥാർത്ഥത്തിൽ കേട്ടോ. പലപ്പോഴും പല ആൾക്കാരും സംഭവം ഇപ്പൊ ഇതിൽ വന്നിരിക്കുന്ന കുറെ ആൾക്കാർ എനിക്കറിയാം, അവരുടെയൊക്കെ പേര് നമ്മൾ നേരത്തെ വന്നിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, പേര് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടാമത് വിളിക്കുമ്പോൾ നമുക്കറിയാം. അപ്പൊ ഇതെന്താണ് 15,000 വാക്കുകൾ എങ്ങനെയാണ് പഠിപ്പിക്കുക ഒരു മണിക്കൂറുള്ള ഒരാൾ ചോദിച്ചത്. ഞാൻ നിങ്ങൾ 49 അടച്ചിട്ട് വരി, അപ്പൊ നമുക്ക് പറഞ്ഞുതരാം. അപ്പോ ഇൻഷാ അല്ലാഹ് തീരുമാനിച്ചോ? ഞങ്ങൾ തീരുമാനിച്ചെന്ന് പറഞ്ഞ് ഞാൻ തീരുമാനിച്ചു. മൈക്ക് ഓപ്പൺ ആവുന്നില്ലേ? ഖുർആൻ വായിച്ച് മനസ്സിലാക്കണം നമ്മൾ തീരുമാനിച്ചു. ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇറക്കിയിരിക്കുന്നത്. മുബാറക്കുൻ ലിയദ്ദബ്ബറു ആയാത്തിഹി. നാം ആയത്തുകൾ ഇറക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കിതാബ് ഇറക്കിയിരിക്കുന്നത് ലിയദ്ദബ്ബറു ആയാത്തിഹി, അതിലെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇരുന്നിരുന്നത്. ഊതു എടുത്തിട്ട് അല്ലെങ്കിൽ ഭക്തി ഓതാൻ വേണ്ടിയല്ല കിതാബ് ഇറക്കിയിരിക്കുന്നത്. കിതാബ് ഇറക്കിയിരിക്കുന്നത് ചിന്തിക്കാൻ വേണ്ടിയാണ്. ചിന്തിച്ച് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ്. ചിന്തിച്ച് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കിതാബ് ഇറക്കിയിരിക്കുന്നത്. കിതാബ് ഭക്തിപൂർവ്വം പാരായണം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. നമ്മൾ ഖുർആനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അവഹേളനമാണ് ഖുർആൻ വായിച്ച് മനസ്സിലാക്കാതെ വായിക്കുന്നത്. ചില ആൾക്കാര് ഒരു കണക്ക് പറഞ്ഞില്ല, അതിൽ 15,000 ടാർഗറ്റ് കഴിഞ്ഞല്ലോ, ഇനി നമുക്ക് അങ്ങോട്ട് പോകുന്ന എല്ലാം ബോണസാണ്. കുറെ ബോണസ് ഉണ്ട് ഇനി. ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞില്ല, ഇൻഷാ അല്ലാഹ് ഇവിടെ കിടക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു കണക്ക് ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഖുർആൻ വായിച്ചാൽ എത്രയാണ് പ്രതിഫലം കിട്ടുന്നത്? ആരെങ്കിലും അറിയാമെങ്കിൽ ഒരാൾ പറയും. ഖുർആൻ പാരായണം ചെയ്ത് എത്ര പ്രതിഫലം കിട്ടും? മൈക്ക് ആരെങ്കിലും കംപ്ലീറ്റ് ഓഫ് ചെയ്തോ? ഒരു അക്ഷരത്തിന് 10. ഇതാണ് നമ്മൾ പൊതുവിൽ കേട്ടിട്ടുള്ള പ്രതിഫലത്തിന്റെ കണക്ക്. എന്നാൽ ഞാൻ പറയുന്നു, ഇത് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, വേറെയും ഓഫറുകളുണ്ട്. നിങ്ങൾക്ക് ഒരു നന്മയ്ക്ക് 10 മുതൽ 700 ഇരട്ടി വരെയാണ് പ്രതിഫലം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ നമുക്ക് 10 കൂലി കിട്ടുമെന്ന് ആരാ പറഞ്ഞത്? അയാളുടെ പേരാണ് മിസ്റ്റർ ഇബ്ലീസ്. കാരണം എന്താ? ഖുർആൻ എടുത്തു വെച്ച് നോക്കിയാലും കിട്ടും, പ്രതിഫലം കിട്ടും. അല്ല, അതിനെ സ്നേഹിച്ചാലും പ്രതിഫലം കിട്ടും. അപ്പോ ഒരു നന്മയ്ക്ക് മിനിമം 10 പ്രതിഫലം. ഇതിന്റെ ആശയം മനസ്സിലാക്കി വായിച്ചാലോ 700 ഇരട്ടി വരെ പ്രതിഫലം കിട്ടും. 700 ഇരട്ടി വരെ. ചിലപ്പോ റമളാൻ വരാൻ പോകുമ്പോൾ എല്ലാവരും ഈ ഹദീസ് പറയും, والحسنة من 10 أمثالها إلى 700 ضعف وإلى أضعاف كثيرة. ഒരു നന്മയ്ക്ക് 10 മുതൽ 700 ഇരട്ടി വരെയും അതിനപ്പുറമാണ് പ്രതിഫലം എന്ന് പറയുന്നത്. പിന്നെ ഖുർആനിൽ എന്താ പറഞ്ഞത്? الذين ينفقون أموالهم في سبيل الله كمثل حبة أنبتت 7 سنابل. 7 കതിരുകൾ ഉൽപ്പാദിപ്പിച്ച ഒരു ധാന്യമണി പോലെയാണ് അള്ളാന്റെ മാർഗത്തിൽ
സമ്പത്ത് ചെലവഴിക്കുന്നവന്റെ ഉപമ. അമ്പത്ത് സബൻ സനാബിൽ ഫീക്കുല്ലി സുംബുലത്തിൻ മിഅത്ത് ഹബ്ബ, ഓരോ കുലയിലും 100 ധാന്യമാണ്. വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അപ്പം ഒരു 100 ധാന്യമണി പിടിക്കുന്ന 7 ഗദ്രികൾ ഉത്പാദിപ്പിച്ചപ്പോഴത്തേക്ക് എന്തായി? 700 ഇരട്ടിയായി. പിന്നെയും അപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ അസറ്റ് എന്താ? നമ്മളെ ക്യാഷ് ആണോ? നമ്മുടെ പണമാണോ? നമ്മൾ ക്യാഷും പണം ഉണ്ടാക്കുന്ന എവിടെന്നാ? ടൈം ഉപയോഗിച്ചിട്ടാണ്, അല്ലേ? നമ്മളെ സമയമാണ് ഏറ്റവും വലിയ അസറ്റ് എങ്കിൽ ആ സമയം ഖുർആന് വേണ്ടി ചെലവഴിച്ചാൽ അത് ഇരുന്ന് ഇപ്പൊ ഇൻഷാ അള്ളാഹ് ഇന്നല്ലാഹ ഇത് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അന്നയുടെ അർത്ഥം എന്താണ് എന്ന് ചിന്തിച്ചാൽ കിട്ടും 700 ഇരട്ടി പ്രതിഫലം. ഒരു സെക്കൻഡിന് 700 ഇരട്ടി പ്രതിഫലം വാങ്ങിക്കണം റമദാനിൽ നിങ്ങൾ. അല്ലാതെ എടുത്തു വെച്ചിട്ട് ഒരു പേജിന് 10 പേജിന്റെ കൂലിയല്ല. ഒരു പേജിന് 10 പേജിന്റെ കൂലിയാണെങ്കിൽ ഒരിക്കലും 10 കിട്ടൂല കേട്ടോ, നെവർ എവർ. കാരണം എന്താ? നമ്മൾ എന്താ ഓതുന്നത്? പറഞ്ഞത് എത്ര തെറ്റായി. കാരണം യാസീൻ വൽ ഖുർആൻ ഹക്കീം എന്ന് പറഞ്ഞപ്പോ ഒന്ന് യാസീൻ 6 ഹർക്കം നീട്ടാണ്. അപ്പൊ 6 നന്മ പോയി അവിടെ. അവരെന്തായി? 6 തെറ്റായി. അപ്പൊ എന്തായി? 6 നെഗറ്റീവ് പോയിന്റ് ആയി. 10ൽ 6 പോയി, ബാക്കി 4 ഉള്ളൂ, അല്ലേ? യാസീൻ വൽ ഖുർആൻ ഹക്കീം, സീൻ കഴിഞ്ഞിട്ട് ഇൽഹാർ ചെയ്യണം, വെളിമാക്കണം, എന്നിട്ട് വാ വേറെ പറയണം. അപ്പൊ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്തായി? വീണ്ടും ഒരെണ്ണമെങ്കിലും വായിക്കോട്ടെ, ഒരു തെറ്റായി. അപ്പൊ അങ്ങനെ ഓരോന്നിലും വൽ ഖുർആൻ ഹക്കീം, ഖുർആൻ. ഇനി ഖുർആൻ ഹംസ ഉച്ചരിച്ചില്ലെങ്കിൽ അതും തെറ്റായില്ലേ? അതേസമയം നമ്മൾ ആശയം മനസ്സിലാക്കുകയാണെങ്കിൽ ഈ മിസ്റ്റേക്കുകളൊന്നും അവിടെ പ്രസക്തമില്ല. കാരണം എന്താ? നമ്മൾ ചിന്തിക്കുന്നതാണ് അവിടെ പ്രധാനം. നമ്മൾ എന്ത് ആശയം മനസ്സിലാക്കിയെന്നാണ് പ്രധാനം. അപ്പൊ അതിന് സെക്കൻഡിന് 700 ഇരട്ടി പ്രതിഫലം. ഓക്കെ, ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞ ഇൻഷാ അള്ളാ. ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്കിൽ ഷാ അവൻ ഉദ്ദേശിച്ചു, അള്ളാ ഇൻഷാ അള്ളാ ഉദ്ദേശിച്ചു. അപ്പൊ ഇത് 3 വാക്കും കിട്ടിയാൽ, അള്ളാ എന്ന വാക്ക് നമുക്കറിയാം, നേരത്തെ നമ്മൾ കൂട്ടി 3000-ഓളം പ്രാവശ്യം വന്നിട്ടുണ്ട്. അതായത് ഒരു ജുസ്. ഷാ എന്ന വാക്ക് പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് കൗണ്ട് ചെയ്യാൻ ഇവിടെ കൂട്ടിയിട്ടില്ല. എങ്കിൽ 628. ഓക്കെ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അപ്പൊ എന്ത് വേണം? ഖുർആൻ പഠിക്കാൻ തീരുമാനിച്ചാൽ ഇൻഷാ അള്ളാ എന്ന് പറയുക. ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇന്നല്ലാഹ മഅസ്സാബിരീൻ. സബർ വേണം, സഹനം അവലംബിക്കണം. ക്ഷമയല്ല. ക്ഷമിക്കുന്നത് ആരെയും കാലിച്ചോട്ടിയാലോ ഓക്കെ സോറി നോ പ്രോബ്ലം, അതല്ല ഇവിടെ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്നാൽ തീർച്ചയായും അള്ളാഹ് സഹനശീലരോടൊപ്പമാണ്. അപ്പൊ തീർച്ചയായും ഖുർആനിൽ ചെയ്തിട്ടുണ്ട് 1297 പ്രാവശ്യം. 1297 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട് തീർച്ചയായും. ഓക്കെ. അതേപോലെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പൊ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞില്ലേ. കാരണം എല്ലാ കാര്യങ്ങളും തീരുമാനമനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് ഉണ്ടാവുന്നത്. തീരുമാനം അനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്? അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത്. തീരുമാനം എപ്പോഴും ചെയ്യും? നമ്മളിപ്പോ നോമ്പ് പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് തീരുമാനിക്കൂലേ? എന്താ ചെയ്യുന്നത്? നിയ്യത്ത് എന്ന് പറയും, അല്ലേ? അതാണ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ പ്രവർത്തനങ്ങളും നിയ്യത്ത് അനുസരിച്ച് മാത്രമാണ്. എന്ത് ചെയ്യണം? നമ്മൾ നിയ്യത്ത് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ കിട്ടുന്ന പാഠപുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ പാഠപുസ്തക പരമ്പരയുണ്ട്. 5 പുസ്തകമാണ്. 3 നേരത്തെ നമ്മൾ കംപ്ലീറ്റ് ഇറക്കിയായിരുന്നു. ഇപ്പൊ റിവൈസ്ഡ് എഡിഷൻ സ്കൂളിൽ പഠിപ്പിക്കത്തക്ക രീതിയിൽ, മദ്രസയിലൊക്കെ പഠിപ്പിക്കത്തക്ക രീതിയിൽ ചെറിയൊരു പുസ്തകമായിട്ടാണ് നടക്കുന്നത്. ഈ ഒരു പുസ്തകം വാങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ കൂടെ 60% വാക്കുകളുടെ ലിസ്റ്റ് കിട്ടും. 60%, ഖുർആനിലെ 60% വാക്കുകളുടെ ലിസ്റ്റ് കിട്ടും. അങ്ങനെ കുറെ സംഭവം ഇതിന്റെ കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പുസ്തകം വാങ്ങി കഴിയുമ്പോൾ നിങ്ങൾ അതിനകത്ത് പറയും, നിങ്ങൾ എന്ത് ചെയ്യണം? ഗോൾ സെറ്റ് ചെയ്യണം എന്ന് പറയും. ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ വേറെ പറയേണ്ട സംഭവമാണ്. ഗോൾ സെറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പൊ ഗോൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആ ഗോൾ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? അതാണ് നിയ്യത്ത്.
അപ്പൊ നിയ്യത്ത് നമസ്കാരത്തിൽ മാത്രമല്ല നിയ്യത്തുള്ളത്, നോമ്പിൽ മാത്രമല്ല നിയ്യത്തുള്ളത്, എല്ലാത്തിനും നിയ്യത്തുണ്ടല്ലോ. ഹജ്ജിന് നിയ്യത്തുണ്ട്, എല്ലാത്തിനും നിയ്യത്തുണ്ട്. ചില നിയ്യത്തുകൾ നമ്മൾ ഉറക്കെ പറയും, ചില നിയ്യത്തുകൾ മനസ്സിൽ പറയും. അപ്പൊ എല്ലാത്തിലും നിയ്യത്തുണ്ട്. അതേപോലെ ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ നിയ്യത്ത് ചെയ്താൽ അത് നിങ്ങൾ എഴുതി വെക്കണം. കാരണം വിദഗ്ധന്മാർ പറയുന്നത് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെറ്റ് ചെയ്ത ഗോള് ഫലപ്രദമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു പേപ്പറിൽ എഴുതി വെക്കണം. അല്ലെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെയാണ്. അപ്പൊ അതിന്റെ ഗൈഡ് ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും. അതേപോലെ ഞാൻ തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു എങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിലിടണം. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും. ഞാൻ തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങളെ ഫെബ്രുവരി ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഫെബ്രുവരിയിലെ ചിലപ്പോൾ റമദാനിലായിരിക്കും ആ ഗ്രൂപ്പ് തുടങ്ങുക. ഫെബ്രുവരി നേരത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. ഫെബ്രുവരി ഗ്രൂപ്പ് നമ്മൾ മിക്കവാറും റമദാനോട് കൂടി ആയിരിക്കും തുടങ്ങുക. മിക്കവാറും റമദാനിൽ ഈ ഫോർമൽ പഠനം എല്ലാവരും മാറ്റിവെക്കുന്ന സമയമാണ്. പക്ഷെ പഠനത്തിന് വേണ്ടിയുള്ള ശരിക്കുള്ള സമയമാണ്. നമ്മുടെ സമയം കഴിഞ്ഞു കേട്ടോ. ഏറ്റവും നമ്മൾ 5 മിനിറ്റ് നമ്മൾ ലേറ്റ് ആയാലും നമ്മുടെ സമയം കഴിഞ്ഞു. നമ്മളിപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം 1200 വാക്കായപ്പോൾ തന്നെ 15000 കഴിഞ്ഞിട്ട് എന്തായി? 16000 ആയി. പിന്നെ 1200 പ്രാവശ്യം വന്നപ്പോൾ 15000 കഴിഞ്ഞിട്ട് 16000 ആയി. പിന്നെ ഇന്നമ വന്നു 146 പ്രാവശ്യം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ തീരുമാനിച്ചെന്ന് ഞാൻ തുടർന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾക്ക് ആക്ടിവിറ്റി തരും. അതായത് നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കാൻ പറയും. നിങ്ങൾ ഖുർആൻ വായിച്ചു നോക്കാത്തതുകൊണ്ടാണ് വായിച്ചു നോക്കിയിട്ട് എനിക്ക് അറിയുന്ന വാക്കുകൾ എത്രയുണ്ട് എന്ന് ഇടുക എന്ന് പറയും. അതാണ് ഒരു ആക്ടിവിറ്റി. റമദാൻ തരാൻ പോകുന്ന പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പേജ്. ഇപ്പൊ ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലൊക്കെ 1/2 പേജാണ് മിനിമം കൊടുത്തിരിക്കുന്നത്. മിനിമം 1/2 പേജ്. റമദാനിൽ വരുമ്പോഴത്തേക്ക് അത് ഫുൾ പേജ് വായിക്കാൻ പറയും. ഒരു പേജ് വായിച്ചിട്ട് അതിലുള്ള എത്ര വാക്കുകളുടെ അർത്ഥം നിങ്ങൾക്കറിയും ഇത് ഇടുക എന്നതാണ് ഒന്നാമത്തെ പണി. ഈ പണി ചെയ്യാത്തവരെ നമ്മൾ ഇതിനോട് ആഡ് ചെയ്യില്ല. അവർക്ക് തുടർന്ന് പഠിക്കാൻ കഴിയില്ല. കാരണം നിയത്ത് ചെയ്താലും എന്താവില്ല, നിയത്താകുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ ഹാർട്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു, ഹൃദയം ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാലും എന്താവില്ല, ഹൃദയം ഓപ്പൺ ആവില്ല. ചില സമയത്തൊക്കെ ഓപ്പൺ ആവില്ല, ലോക്കായി പോകും. ചിലപ്പോൾ നമ്മൾ മൊബൈൽ വർക്ക് ചെയ്യില്ലല്ലോ, ചിലപ്പോൾ അതേപോലെ ആയി പോകും. നമ്മൾ വെക്കാനും അവിടെ ഇട്ട് വെക്കാനും ഇവിടെ ഇട്ട് വെക്കാനൊന്നും ഓപ്പൺ ആവില്ല. കാരണം എന്താ, ചാർജ് ഉണ്ടാവില്ല. കാരണം നിയത്ത് കറക്റ്റ് ആവില്ല. നിയത്ത് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് വർക്ക് ചെയ്യൂ. അപ്പോ ഒരു പേജ് വായിച്ചിട്ട് അതിന്റെ എത്ര വാക്കുകളുടെ എണ്ണം ഉണ്ടെന്ന് അതിനകത്ത് ഇടണം. ഓക്കെ, അപ്പം ഇൻഷാ അള്ളാഹ് നമ്മൾ പറഞ്ഞു. ഇൻഷാ അള്ളാഹ്, ഇൻ, അതിൽ ഒരു വാക്യ കൂട്ടിയോളെ ഇൻ 1200. ഇന്നാണ് 1297. ഇൻ എത്രയാണ്? ഇൻ 628ആണ്. 628. അപ്പൊ ഇൻ, ഇന്ന, ഇന്നമ, ഇവിടെ ഉണ്ട് കൗണ്ടിങ്. ഇൻ, ഇന്ന, ഇന്നമ. ഇൻ, ഇന്ന, ഇന്നമ. ഇന്നമ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നമയുടെ അർത്ഥം നമ്മൾ ഫോക്കസ് ചെയ്തില്ല. അന്നേരം ഇന്നമ ബിന്നിയാക്കി കുടിക്കുന്നത്. ഇന്നമ എന്ന് പറഞ്ഞാൽ മാത്രം. ഇന്നമയുടെ അർത്ഥം മാത്രം എന്നാണ്. ഇന്നമ മാത്രം. ഇൻ എങ്കിൽ ഇന്ന തീർച്ചയായും ഇന്നമ മാത്രം. ഇൻ എങ്കിൽ ഇന്ന തീർച്ചയായും ഇന്നമ മാത്രം. അപ്പൊ ഇതിൽ ഇൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇന്ന അറിയാമായിരിക്കും. ഇന്നമ അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ പഠിക്കുക. ഇന്നമ മാത്രം. ഇൻ എങ്കിൽ ഇന്ന തീർച്ചയായും ഇന്നമ മാത്രം. അപ്പൊ ഇൻ, ഇന്ന, ഇന്നമ ഇത് പഠിച്ചു വെച്ചിരുന്നാൽ 2071 വാക്കായി. 2071 നിങ്ങൾക്ക് ഇപ്പോ ബോണസ് ആയിട്ട് തന്നിരിക്കുക. എത്രയായി? ഖുർആനിലെ ഒരു പേജിലെ 29 വാക്ക് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ നേരത്തെ ലേറ്റായ ആ സമയം കൂടെ കൂട്ടിയാലും നമ്മൾ എന്ത് ചെയ്തു? 1 മണിക്കൂറിനുള്ളിൽ ഖുർആനിലെ 17384 വാക്ക് പഠിച്ചു. 5.8 ജിസ്, 117 പേജ്. ഒരു പേജിലെ 29 വാക്ക് നിങ്ങൾക്ക് അറിയും. ഓക്കെ, അപ്പൊ സബർ ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സബറുണ്ടോ? സമയം കഴിഞ്ഞുകൊണ്ട് ചോദിക്കുക. അറിയുന്ന വാക്കുകൾ അങ്ങോട്ടങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ആ കൗണ്ടിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ 2000 ബോണസ് തന്നത് നേരത്തെ പറഞ്ഞ ഏതെങ്കിലും വാക്ക് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുറച്ച് വാക്ക് കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നില്ല. ഓക്കെ,
അപ്പോ ഇനി കുറെ കാര്യങ്ങൾ പറയാനുള്ളത്, നമ്മൾ എങ്ങനെ ഇത് സാധ്യമാകും എന്നാണ്. ഖുർആൻ പഠനം എളുപ്പമാകും എന്നാണ് നമ്മൾ മനസ്സിലായത്. അപ്പൊ 17,000 വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതിലൊരു 5%, 10% കുറച്ചാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ 49 രൂപ കണക്കാക്കിയല്ല. അതൊക്കെ നമ്മളെ എന്താണ്, നമ്മൾ ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ ടോട്ടൽ റവന്യൂവിന്റെ ഭാഗമാണ്. എല്ലാ ആക്ടിവിറ്റിയും എന്റെ ഫണ്ടിലേക്കല്ലേ പോകുന്നത്. അതൊക്കെ ടോട്ടൽ നമ്മുടെ സ്ഥാപനം റൺ ചെയ്ത് പോകുന്നതിന്റെ റവന്യൂവിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ഒരു ടിപ്പ് വാങ്ങിക്കണം, അപ്പോഴേ അതിനോട് ഒരു പ്രാധാന്യം തോന്നുള്ളൂ എന്ന് വിചാരിച്ച് വാങ്ങിക്കുന്നതാണ്. ഈ ഖുർആൻ പഠനം ഇത് ഫലപ്രദമായി ഇപ്പൊ നിങ്ങൾ തീരുമാനിച്ചു എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ. ഈ തീരുമാനിച്ച് ഉറച്ച ബൈഅത്ത് വാങ്ങിയ കുറെ ആൾക്കാരും പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, അവര് പിന്നോട്ട് പോയി. അവര് പിന്നോട്ട് പോകാനുണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത് മൈൻഡ് ഇങ്ങനെ അങ്ങടെ അവിടത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ അമിത്തറയുടെ അവിടെ നിന്ന് ഇവിടെ മൈൻഡ് എന്തല്ല, മൈൻഡ് പഠിക്കാൻ പാകമാകുന്നില്ല എന്നതാണ്. മൈൻഡ് പാകമാകാൻ ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നിങ്ങൾ ആരെങ്കിലും ആരോ റൂട്ട് ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, മൈക്ക് ഓൺ ചെയ്തിട്ട് പറയും. ചിലപ്പോൾ നിങ്ങളെ മൈക്ക് ഇതേപോലെ ഓഫ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, കൺട്രോൾ പാനലിൽ നിങ്ങൾ മൈക്ക് ഓഫ് ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആവശ്യമില്ലാത്ത സംസാരിക്കുമ്പോൾ മൈക്കുകൾ ഓഫ് ചെയ്യാത്തതുകൊണ്ടാണ്. നമ്മൾ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമുള്ള സമയത്ത് മൈക്ക് ഓൺ ചെയ്യുക, എന്നിട്ട് ഉടനെ ഓഫ് ചെയ്യുക. അപ്പോ ആരോ റൂട്ട് ബിസ്ക്കറ്റ് വാങ്ങുന്നവരാരെണ്ണമെന്ന് ഹാൻഡ് റൈസ് ചെയ്യും. ആരോ റൂട്ട് ബിസ്ക്കറ്റ് എന്ത് കരുതിയിട്ടാണ് നിങ്ങൾ ആരോ റൂട്ട് ബിസ്ക്കറ്റ് വാങ്ങുന്നത്? ആരോ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൂവപ്പൊടി അടങ്ങിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടാണോ ആരോ റൂട്ട് ബിസ്ക്കറ്റ് വാങ്ങിക്കുന്നത്? കൂവപ്പൊടി ബിസ്ക്കറ്റ് ആണോ അത്? അല്ല എന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ വാങ്ങാറില്ലല്ലോ. കൂവപ്പൊടി ബിസ്ക്കറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാങ്ങി അങ്ങ് തിന്നും. കുട്ടികൾക്ക് കൊടുത്താൽ കുട്ടികളുടെ ടേസ്റ്റിന് അത് ഇഷ്ടമല്ല. കുട്ടികൾക്ക് ആരോ റൂട്ടൊന്നും വേണ്ട. മുമ്പ് നമ്മളെ ഇഷ്ടത്തിന് വാങ്ങി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നത് ആരോ റൂട്ട് ബിസ്ക്കറ്റ് ആയിരിക്കും. അത് നമ്മൾ വിചാരിക്കും അത് കൂവപ്പൊടിയാണ്. അപ്പൊ ഇവിടെ എഴുതിയിരിക്കും നോക്കുക നിങ്ങൾ. അതില് ഇൻഗ്രീഡിയൻസ് ആരോ റൂട്ട് ബിസ്ക്കറ്റിന്റെ ഒരു ചിത്രം ഞാൻ ഇവിടെ നിന്ന് എടുത്തതാണ്. ഞാൻ ഫസ്റ്റിൽ ഒരു ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ സ്ട്രേറ്റ് നിന്ന് വഴി നിർത്തുക. അതിന്റെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങാനൊക്കെ നിർത്തിയായിരുന്നു. ഇതിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? റിഫൈൻഡ് വീറ്റ് ഫ്ലവർ ആണ്. എല്ലാ ബിസ്ക്കറ്റും റിഫൈൻഡ് വീറ്റ് ഫ്ലവർ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? മൈദ. സംസ്കൃത ഗോതമ്പ് എന്ന് പറഞ്ഞാൽ മൈദയാണ്. മൈദയാണ് ഇതിന്റെ 70% കണ്ടന്റ്. ഇതിൽ കുറച്ച് ഷുഗർ ഉണ്ട്, എഡിബിൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ട്, പാം ഓയിൽ എന്ന് പിന്നെ ബ്ലാക്കിൽ എഴുതിയിട്ടുണ്ട്, പിന്നെ എഡിബിൾ സ്റ്റാർച്ചസ്, പിന്നെ അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. ആരോ റൂട്ട് എത്രയുണ്ട്? മൂന്നാമത്തെ വരി എഴുതിക്കുന്നുണ്ട്. ആരോ റൂട്ട് 0.12%. അഥവാ ഈ ബിസ്ക്കറ്റിന്റെ ആകെ എടുത്ത് നോക്കിയാൽ അതിലെ 100 ഡിവൈഡ് ചെയ്താൽ അതിലെ 1%, അതിന്റെ 1/4 ഭാഗം ഇല്ല. അതിന്റെ 8/1 1/8, 1%ന്റെ 8/1. 4 0.25 കിട്ടണം. കാലാകുമ്പോൾ 0.25 കിട്ടണം. 0.25ന്റെയും പകുതിയാണ് 0.12. അപ്പം 1/8 ഭാഗമാണ് അതിൽ ഇതുള്ളത്. അതായത് ഒരു ഡ്രമ്മിലൊക്കെ വരെയാണ് ഒരു ചെറിയൊരു സ്പൂണ് പെട്രോൾ ഗംസ്. അതാണ്. അപ്പൊ നിങ്ങൾക്ക് ആരോറിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടു. അപ്പൊ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. ഖുറാനുള്ള സമീപന രീതി നമ്മൾ മാറ്റുക. ഖുറാൻ ഓതാൻ വേണ്ടിയുള്ളതല്ല എന്ന് ആദ്യം തീരുമാനിച്ചാൽ നമുക്ക് ഖുറാൻ മനസ്സിലാവും. ഖുറാൻ നമ്മൾ ഓതൊക്കെ എടുത്ത് കുറച്ചു നേരം ഖുറാൻ ഓതാൻ പോകണം. ഖുറാൻ ഓതാനുള്ളതല്ല. ഹക്ക് പറഞ്ഞ കൂട്ടത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറെ ഹക്ക് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാം ഹക്ക്? അള്ളാഹ് പറഞ്ഞു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാത്തിഹി. അള്ളയെ സൂക്ഷിക്കണം, ഹഖ്ക തുഖാത്തിഹി, അവനെ സൂക്ഷിക്കേണ്ട ഹക്കനുസരിച്ച്. പിന്നെ എന്ത് പറഞ്ഞു? ആത്തു ഹഖഹു യൗമ ഹസാദിഹി. കൃഷി വിളവെടുക്കുന്ന സന്ദർഭത്തിൽ അതിന്റെ ഹക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ എന്താ? കൃഷിയുടെ സക്കാത്ത് കൊടുക്കാനാണ് പറഞ്ഞു. ഈ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇൽ വൽ മഹ്റൂം എന്ന് പറഞ്ഞു. അവരുടെ പണത്തിലും ഹക്കുണ്ട്, ചോദിച്ചു വരുന്നവർക്കും
ജീവിത വിഭവങ്ങൾ തടയപ്പെട്ടവർക്കുണ്ടെന്ന്. അപ്പൊ എന്താണ് ഹക്ക്, പണത്തിന് സക്കാത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ഹക്ക് പറഞ്ഞു? ജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദിഹി എന്ന് പറഞ്ഞു. നിങ്ങൾ അവന്റെ അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദിന്റെ ഹക്ക് അനുസരിച്ച് ഇപ്പൊ ജിഹാദിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണല്ലോ ആൾക്കാർ വിമർശിക്കുകയും കുറെ ആൾക്കാർ അതിരി വിട്ട് പോവുകയും ചെയ്യുന്നത്. അപ്പോ എന്താണ് അതിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദിഹി, നിങ്ങൾ അള്ളാഹിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യുക? ജിഹാദിന്റെ ഹക്ക് അനുസരിച്ച് ജിഹാദ് ചെയ്യുക. പിന്നെ എന്ത് ഹക്ക് പറഞ്ഞു അള്ളാഹ്? പിന്നെ പറഞ്ഞ ഒരു ഹക്കാണ് തിലാവത്തിന്റെ ഹക്ക്. വേറെ എവിടെയും ഹക്ക് പറഞ്ഞിട്ടില്ല. ഒരുപാട് ഹക്കുണ്ട് ഇസ്ലാമില്. പക്ഷേ ഖുർആനിൽ പറഞ്ഞ, നേരത്തെ ഷഹീദ് ശുഹദാക്ക് പറഞ്ഞ പോലെ ഖുർആനിൽ പറഞ്ഞ ഹക്കുകളാണ് ഞാൻ എണ്ണി പറഞ്ഞത്. അവസാനം ഒരു ഹക്കിനെ കുറിച്ച് പറഞ്ഞ എന്താണ്? അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹക്ക തിലാവത്തിഹി, നാം ഗ്രന്ഥം നൽകിയ ആൾക്കാർ അതിന്റെ ഹക്കനുസരിച്ച് തിലാവത്ത് ചെയ്യും. ഹക്ക് എന്താ? നമ്മൾ വിചാരിക്കും മണിക്കേണ്ട സ്ഥലത്ത് മണിക്കുക, അതിന്റെ മഹ്റജിന്റെ സ്ഥലത്ത് മഹ്റജാക്കുക, അതിന്റെ വിശേഷണത്തിന്റെ അതിന്റെ വിശേഷണമായ അക്ഷരത്തിന്റെ വിശേഷണം കൊടുക്കുക. അതല്ല എന്റെ ഹക്ക്. എന്താണ്? അതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പൊ നമ്മളെ പോലുള്ള മുക്കിന് ഖുർആൻ സ്റ്റഡി സെന്ററുകളും പഠന വേദികളും ഖുർആൻ പഠനത്തെ എളുപ്പത്തിൽ നിങ്ങൾ 2 വർഷം ചിലവഴിച്ചാൽ നിങ്ങൾ ഖുർആൻ മനസ്സിലായി. നിങ്ങൾ ഒരു ഡോക്ടറിനോട് ചോദിക്കുക, അയാൾ ഡോക്ടറായ എത്ര വർഷം കൊണ്ട്? ഒരു എഞ്ചിനീയറിനോട് ചോദിച്ചു, ഒരാൾ എഞ്ചിനീയറായ എത്ര വർഷം കൊണ്ട്? ഒരു അഡ്വക്കേറ്റിനോട് ചോദിച്ചു, അയാൾ അഡ്വക്കേറ്റ് ആയ എത്ര വർഷം കൊണ്ട്? അയാളൊരു LD ക്ലർക്കായ എത്ര വർഷം കൊണ്ട്? അയാൾ എന്തെങ്കിലും പരീക്ഷയിൽ പാസ്സായ എത്ര വർഷം കൊണ്ട്? ഖുർആൻ എത്ര വർഷം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും? LD ക്ലർക്കിന് എത്ര പേജ് പഠിക്കാനുണ്ടാവും? LD ക്ലർക്ക് ആവണമെങ്കിൽ ഇപ്പൊ വേറെ കുറെ ടെസ്റ്റുകളൊക്കെ ഉണ്ട്. MBAക്ക് പഠിച്ചെന്ന് പറയും, അത് എത്ര പേജ് പഠിക്കണം? ഓരോ ടേമിന് ഓരോ സെമസ്റ്ററിന് എത്ര പേജ് പഠിക്കണം? ഒരു MBBSകാരന് എത്ര ബുക്ക് വായിച്ചു തീർക്കണം? ഒരു എഞ്ചിനീയർ എത്ര ബുക്ക് പേജസ് വായിച്ചു തീർക്കണം, പഠിച്ചു തീർക്കണം, റെഫർ ചെയ്യണം? എന്ന് ആലോചിച്ച് നോക്കി. ഒരു IAS കാരനാണ് നമ്മൾ ഇതെല്ലാം ആകുന്നു, ഡോക്ടർ ആകുന്നു, എഞ്ചിനീയർ ആകുന്നു, അവിടെ ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാകുന്നില്ല, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ് എന്നുള്ള വിഷയമേ ഇല്ല. പക്ഷെ 604 പേജുള്ള നമുക്കൊരു പേജ് എടുത്താൽ ഇത്ര വാക്കായി. ഇപ്പം ഒരു പേജ് എടുത്താൽ നമുക്കറിയുന്ന 29 വാക്കുണ്ട്. ഒരു പേജിൽ 150 വാക്കിൽ 29 വാക്ക് നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. പിന്നെ ഒരു 6 മാസം പഠിച്ചാൽ നിങ്ങൾ 60% വാക്കായി, 60% ആയെന്ന് പറയുന്നത്. 60% വാക്ക്. ഈ ചെറിയ പുസ്തകമാണ് 3 മാസം, അല്ല 6 മാസം അല്ല 3 മാസം കൊണ്ട്. ആ 3 മാസം ചെലവഴിച്ചാൽ 60% വാക്കുകളായി. പിന്നെ വരുന്ന എല്ലാം ഭാഷാ നിയമങ്ങൾ, ഇങ്ങനെ കുറച്ച് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പഠനം. അപ്പൊ അത് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്താവും? ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. 2.5 വർഷത്തെ കോഴ്സാണ് നമ്മളെ ഖുർആൻ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കോഴ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ ഖുർആന്റെ ആഴത്തിലേക്കുള്ള പിന്നെയുള്ള പോക്കുണ്ട്. അപ്പൊ അങ്ങനെ പോയിക്കൊണ്ട് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഖുർആൻ വായിച്ചാൽ മനസ്സിലാക്കണമെങ്കിൽ 2.5 വർഷം. അതായത് നമുക്ക് 2 വർഷത്തെ കണ്ടിന്യൂസ് വീക്കിലി ഒരു ക്ലാസ് വെച്ച് ആ കണക്കിലാണ്. വീക്കിലി 2 ക്ലാസ്സാണ് എടുക്കുന്നെങ്കിൽ 1 വർഷം കൊണ്ട് തീർക്കാൻ പറ്റും. നമ്മളിപ്പം +1-ലോ +2-ലൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ 2 പേരുടെ ആൾ പഠിപ്പിക്കുന്നെങ്കിൽ, ആഴ്ച 2 പേരാൾ പഠിപ്പിക്കുന്നെങ്കിൽ 1 വർഷം കൊണ്ട് പഠിപ്പിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിപ്പിക്കുകയാണെങ്കിൽ 8, 9, 10 3 വർഷം കൊണ്ട് പഠിപ്പിച്ച് തീർക്കാം. ഇപ്പൊ 4ാം ക്ലാസ് മുതലുള്ള സ്ഥലങ്ങളിൽ കാസർഗോഡ്, ഇടുക്കി പോലുള്ള പല സ്ഥലങ്ങളിൽ, തിരുവനന്തപുരം ജില്ലയിൽ പല സ്ഥലങ്ങളിലൊക്കെ ജീവിതമുണ്ട്, സ്കൂളുകളിൽ തന്നെ ഇത് പഠിപ്പിച്ച് തുടങ്ങി. ഓക്കെ, എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. നിങ്ങൾക്കറിയുന്ന വാക്കുകൾ ഇനിയും കുറെ ഉണ്ട്, പക്ഷെ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ചോദിക്കണം. മൈക്ക് ഓഫ് ചെയ്തവരെല്ലാം, എല്ലാവരും അല്ല, അതായത് മൈക്ക് കൺട്രോൾ പാനിൽ നിന്ന് ഫുൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇല്ല. നിങ്ങൾ തുടർന്ന് പഠിക്കാൻ വേണ്ടിയുള്ള പാഠപുസ്തകങ്ങളോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഘടനയോ അറിയണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ തുടർന്ന് പഠിക്കുന്നു എന്ന് മെസ്സേജ് ഇട്ടാൽ തുടർന്ന് പഠിക്കാം. നേരത്തെ പകുതി വഴി വെച്ച് മുടങ്ങിപ്പോയ കുറെ ആൾക്കാർ നമ്മൾ രജിസ്റ്റർ ചെയ്തവരൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതിൽ കുറെ ആൾക്കാർ നേരത്തെ ചേർന്നവരാണ്. അവരൊക്കെ ഏത് ഭാഗത്തെത്തി എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. എന്തായിരുന്നാലും കുറെ ആൾക്കാർ നേരത്തെ പഠിക്കാൻ വന്നവരാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാം?
തുടർ പഠനം തുടർന്ന് പഠിക്കാം. അതേപോലെ നേരത്തെയുള്ള കോഴ്സ് അല്ല ഇപ്പോഴത്തെ കോഴ്സ്, കുറേയൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നേരത്തെയുള്ള പാഠപുസ്തകങ്ങളല്ല ഇപ്പോഴത്തെ പാഠപുസ്തകങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും ഈ പറഞ്ഞ നമ്മള് 15,000 എന്നോ 16,000 എന്നോ 17,000 എന്നോ പറഞ്ഞത് എന്തെങ്കിലും അത്യുക്തി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ഇത് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ക്ലാസ്സിൽ ചേരാൻ ഉദ്ദേശമുള്ളത് ഗ്രൂപ്പിൽ ഇടുക, അല്ലെ ഗ്രൂപ്പിൽ അതിന് സംബന്ധമായുള്ള നിർദ്ദേശങ്ങൾ ഇവിടെ അല്ല, ചാറ്റിങ്ങിലല്ല. ഓക്കെ, അപ്പോ നമ്മൾ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടാൻ പറഞ്ഞ ഓഫീസ് നമ്പർ കിട്ടിയല്ലോ. നിങ്ങൾ ആദ്യം പൈസ അടയ്ക്കാൻ പറഞ്ഞ നമ്പറാണ് ഓഫീസ് നമ്പർ. ആ നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതി. ഈ ഗ്രൂപ്പിൽ നിങ്ങളെ ഇത് ചേർന്ന ഗ്രൂപ്പിൽ ആഡ് ചെയ്തില്ല, 15,000 പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ ആഡ് ചെയ്തില്ല, അതിലും തുറന്ന് പഠിക്കണമെന്ന് മെസ്സേജ് ഇട്ടാൽ മതി. സ്റ്റഡി കിറ്റ് വേണമെങ്കിൽ അങ്ങനെ വരും. എല്ലാ ഫുള്ള് സപ്പോർട്ട് നിങ്ങൾ വരും. ഒരു ടീം ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരാണ് നിങ്ങളെ കൺട്രോൾ പാനൽ ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും അതേപോലെ ഡോണ്ട് വറി കോൺടാക്ട് ഓഫീസ് നമ്പർ എന്നൊക്കെ മെസ്സേജ് ഇട്ടുണ്ട്. അല്ലാഹ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും അത്യുക്തി ഖുർആനിൽ ചോദിച്ചതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ എങ്കിലും അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് പുറത്തു തരട്ടെ. എന്തെങ്കിലും കാര്യം അതിന് പ്രാധാന്യം കൽപ്പിക്കേണ്ട രീതിയിൽ അത്രത്തോളം പ്രാധാന്യം കൽപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനും അല്ലാഹ് പുറത്തു വരട്ടെ. കാരണം ഈ പറഞ്ഞതെല്ലാം എന്റെ അറിയപ്പെട്ടിടത്തോളമാണ്. അള്ളാഹു ആലം, അള്ളാഹ്ക്കാണ് ഏറ്റവും നന്നായി അറിയുന്നത്. അള്ളാഹ് ഖുർആൻ ഇറക്കിയിരിക്കുന്നത് നമുക്കത് അതനുസരിച്ച് വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും പാഠം ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനുമാണ്. നമ്മളെപ്പോഴും പറയും ഖുർആൻ ഒരു ഭരണഘടനയാണെന്ന് പറയും. നമ്മള് അങ്ങനെ ഭരണഘടന രീതിയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഖുർആൻ വളരെ എളുപ്പമാണ് എന്ന് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു. ഇപ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, അത് നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു തരും. ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചാൽ എന്ത് ചെയ്യണം, തുടർന്ന് പഠിക്കാൻ തീരുമാനിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته.